നമ്മൾ ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ കുഴഞ്ഞു വീഴുന്നു, അതുകൊണ്ട് ജിമ്മിൽ പോകരുത്, അങ്ങനെയല്ല. നിങ്ങളുടെ ഹൃദയം ആരോഗ്യം പ്രശ്നത്തിലാണ്, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്നുണ്ടോ? ഒരാഴ്ച മുന്നേ ശരീരം കാണിക്കുന്ന സിംറ്റംസ് ഇതൊക്കെ എത്രയും അനുഭവിച്ചു, എല്ലാം കഴിഞ്ഞു. സാറ് തന്ന ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ തന്നല്ലോ, അതിലെല്ലാം പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോഴുള്ള അവസ്ഥകളിൽ നമ്മൾ പലരും യങ് ഫീമെയിൽസിനെ കൂടി നമ്മൾ ഹൃദയാഘാതം വന്ന് സംഭവിക്കും. നമുക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന ബേക്കറിയിലൊക്കെ ഇങ്ങനെ ഫുഡ് നിരത്തി വെച്ചിരിക്കും, നമുക്ക് തോന്നില്ല ഇതൊന്ന് വാങ്ങി കഴിക്കാമെന്ന് തോന്നുന്ന അങ്ങനെയുള്ള ആഗ്രഹമുള്ള ഫുഡുകളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു തവണ ഒരു കൊതി തോന്നി ഒരു പൊറോട്ട കഴിച്ചു അല്ലെങ്കിൽ ഒരു ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ തെറ്റൊന്നും അതിൽ കാണാൻ പറ്റില്ല. ഒരു 40-കാരനാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം സ്മോക്കറാണോ എന്നുള്ളതാണ്. 80% ആൾക്കാരും പറയും യെസ് എന്ന് പറയും. സാറേ കുറച്ച് ആൽക്കഹോളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഗുണകരമാണെന്നൊക്കെ HDL കൂട്ടുമല്ലോ. അദ്ദേഹം വളരെ മെലിഞ്ഞ ആൾ, അദ്ദേഹം ഇന്നലെ വരെ നടക്കാൻ പോയ ഒരാൾ, അദ്ദേഹം സ്മോക്ക് ഒന്നും ചെയ്യുന്നില്ല, ഫാമിലിയിൽ ഇങ്ങനെ ആർക്കും വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അറ്റാക്ക് അല്ലാത്തത്? അറ്റാക്കാണ്, ഡോക്ടറൊന്ന് ട്രീറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ആൻജിയോഗ്രാഫി ആവശ്യമില്ലാത്തത് ചെയ്യണമെന്ന് ആ ഒരു കൺസെപ്റ്റോടു കൂടി വരുന്ന ആൾക്കാരും ഉണ്ട്. ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നമ്മൾ അയാളെ എണീപ്പിച്ച് നിർത്തും, എന്നിട്ട് അയാളുടെ വായിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ റെസ്ക്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അത്രയും ദ്രോഹം ആ പേഷ്യൻ്റ് ചെയ്യാതിരിക്കുക. ഒരാൾക്കൊരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫാമിലി തന്നെ ടോട്ടലി മാറേണ്ടതാണ്. ഡയറ്ററി ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും എല്ലാവരും പിന്തുടരണം. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ സമയത്തല്ലേ അവർക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അല്ല, അത് നമ്മൾ അതിന് ഗുഡായിട്ട് കാണുന്നത് കൊണ്ടാണ്. സത്യത്തിൽ കുട്ടികളെ നമ്മൾ ചതിക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ അവർക്ക് ചോക്ലേറ്റും പിന്നെ ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു, കഴിച്ചോളൂ, എന്നിട്ട് അവരുടെ ടേസ്റ്റ് ബഡ്സ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പാകപ്പെടുത്തി എടുത്തിട്ട് NABH accredited ആയിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ with 40 specialty in all medical disciplines with more than 300 beds with advanced technology, expert doctors and modern infrastructure. SK Hospitals, touching human lives. ഒരു കാർഡിയോളജിസ്റ്റിനെ അടുത്ത് കിട്ടുമ്പോൾ ആദ്യം ചോദിക്കാൻ തോന്നുന്നതേ, ഇപ്പോൾ വളരെ വ്യാപകമായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. അതായത് ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് മരിക്കുന്നു എന്നുള്ളൊരു കേസ്. അതായത് നമ്മൾ നോക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ജിമ്മനായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷേ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഒരു പൊതുസമൂഹത്തിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ ജിം വർക്കൗട്ടും കുഴഞ്ഞു വീണ് മരണവും ഹാർട്ടും തമ്മിൽ എന്താണ് ബന്ധം? ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ കുഴഞ്ഞു വീഴുന്നു, അതുകൊണ്ട് ജിമ്മിൽ പോകരുത്, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാത്ത ആളുകളും കുഴഞ്ഞു വീഴുന്നുണ്ട്, മരണം നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേക കാരണത്തിൽ അങ്ങനെ ഒരു കുഴഞ്ഞു വീഴുമ്പോഴേക്കും, ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്തു, ബസ് ബ്രേക്ക് പിടിച്ചപ്പോൾ കുഴഞ്ഞു വീണു എന്ന് പറയുകയാണെങ്കിൽ അയ്യോ ഇനി ബ്രേക്ക് പിടിച്ചത് കൊണ്ടാണോ നമ്മൾ മരണം അടഞ്ഞതെന്നുള്ള ഒരു കൺസേൺ നമുക്ക് ജനറൽ പബ്ലിക്കിന് തോന്നാം, അല്ലേ? അതുപോലെ ജിമ്മിൽ പോയപ്പോൾ മരണമടഞ്ഞു എന്ന് പറയുമ്പോൾ അതിനൊരു വലിയൊരു വാർത്താ പ്രാധാന്യം വരും. ബട്ട് അത് പറഞ്ഞത് കൊണ്ട് ജിമ്മിൽ പോകുമ്പോഴേക്കും മരണം ഉണ്ടാകില്ല എന്നുള്ളതല്ല. അതിന് പ്രധാനപ്പെട്ട റീസൺസ് നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് അറിഞ്ഞുകൊണ്ട് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് പോകുന്നത് നല്ലതാണ്, ബേസിക് ആയിട്ടുള്ള. പിന്നെ ഒരു പരിധിക്ക് കൂടുതൽ മുകളിലായിട്ടുള്ള എക്സസൈസ് പ്രത്യേകിച്ച് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ അത് കൂടാതെ ഈ ചില നമ്മൾ മസിൽ ബിൽഡപ്പിനായിട്ട് ഡെഫിനറ്റ്ലി മസിൽ ബിൽഡ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അനാരോഗ്യമായിട്ടുള്ള പ്രവണതകളുണ്ട്. ഇപ്പോൾ ഒരു അനബോളിക് സ്റ്റിറോയിഡ് കഴിച്ചിട്ട് മസിൽ ബിൽഡപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ. അതുപോലെ ഡോക്ടർ കേട്ടിട്ടുണ്ട് ഈ സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്കിനുള്ള അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിനുള്ള സാധ്യത കുറവാണെന്ന്. അത് സത്യം തന്നെയാണോ? സ്ത്രീകളിൽ നമ്മൾ പല പഠനങ്ങളും പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഹൃദയാഘാതം വരുന്നതിനുള്ള സാധ്യതകളുള്ളത്. അപ്പോൾ ഒരു 1 ഡെക്കേഡ് ലേറ്റർ എന്നുള്ള. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥകളിൽ നമ്മൾ പലരും യങ് ഫീമെയിൽസിനെ കൂടി നമ്മൾ ഹൃദയാഘാതം വന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ഹോർമോണൽ വേരിയേഷൻസും, PCOD, കറക്റ്റായിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഇൻഫാക്റ്റ് ആ സമയത്തുള്ള ഒരു ഹോർമോണൽ ബാലൻസ് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ നമ്മൾക്ക് പണ്ടൊക്കെ പഠനങ്ങൾ പഠിച്ചിരുന്നത് മെൻസ്ട്രേഷൻ കഴിഞ്ഞ് മെനപ്പോസ് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സ്ത്രീകൾ ഇതിലോട്ട് അല്ലെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ ഉള്ള സാധ്യതയിലോട്ട് കയറുന്നു എന്നുള്ളതാണ്. ഇപ്പോഴങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വളരെ കോമൺ ആണ്, ഒബിസിറ്റി വളരെ കോമൺ ആണ്, ഡയറ്ററി ഹാബിറ്റ്സ് വളരെയധികം മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ 40 വയസ്സുള്ള 36 വയസ്സുള്ള
ഇപ്പോൾ ഒരു 4th ഡെക്കേഡിലൊക്കെ ഉള്ള ധാരാളം സ്ത്രീ പേഷ്യൻസിനെ മെൻസ്ട്രൽ പീരിയഡിൽ മെൻസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പല കാരണങ്ങൾ, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ ഓക്കെ, അവർക്ക് സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ഇപ്പം കൺവെൻഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്തവർ പോലും ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതമായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളിൽ ഒരു കാര്യം ഉള്ളത്, സ്ത്രീകളിൽ അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റ് പുരുഷന്മാരെക്കാളും റിസ്ക് കൂടുതലാണ്. അവരൊരു ഹാർട്ട് അറ്റാക്ക് സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കുറവാണ്, റിലേറ്റീവ്ലി കുറവാണ്. കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. അതുപോലെ ഡോക്ടർ, നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് കാർഡിയാക് ഹെൽത്തിൽ? നമ്മളൊരു പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ, പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, നമ്മുടെ വേറെ അസുഖങ്ങളൊന്നും ഇല്ല, നമുക്ക് ഷുഗർ ഇല്ല, ബ്ലഡ് പ്രഷർ ഇല്ല, അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം ഇല്ല, കൊളസ്ട്രോളിൻ്റെ ഏറ്റക്കുറച്ചിലുകളില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ, ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനോ, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ഹൃദയാഘാതം, പക്ഷാഘാതം മുതലായിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനോ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന്, ഒരു ചിട്ടയായിട്ടുള്ള ഒരു വ്യായാമ മുറകൾ. രണ്ടാമത് ഭക്ഷണ രീതികൾ, അല്ലേ? അപ്പോൾ ചിട്ടയായിട്ടുള്ള വ്യായാമ രീതികൾ പല അസോസിയേഷനും പറയുന്നത് ഒരു ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും ഒരു എയറോബിക് എക്സസൈസിൽ ഏർപ്പെടുക. അതെന്ത് വേണമെങ്കിലും ആകാം. ഇപ്പോൾ ഒരു നടത്തമാകാം, അല്ലെങ്കിൽ ഒരു സൈക്ലിങ്ങിലോട്ട് പോകാം, അതല്ല നമുക്ക് ഒരു സ്വിമ്മിങ്ങിലോട്ട് പോകാം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു എയറോബിക് എക്സസൈസിൽ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എന്നാണ് പറയുന്നത്. എങ്കിലും ഡെയിലി ചെയ്താലും നല്ല കാര്യം. എത്രത്തോളം ചെയ്യുന്നു അത്രയും നല്ലത്. 30 മിനിറ്റെങ്കിലും ചെയ്യുക. രണ്ടാമത് ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈലിൽ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇന്നത്തെ ഈ ഫുഡ് ഹാബിറ്റ്സ്. അത് നമ്മൾ വളരെ ഒരു ശ്രദ്ധ അതിൽ ചെലുത്തേണ്ടതാണ്. ഇപ്പോൾ അതിൽ നമ്മളെപ്പോഴും സ്റ്റാർച്ച് ഡയറ്റും ലിപ്പിഡ് ഡയറ്റും ഒക്കെ കുറച്ചുകൊണ്ട് കൂടുതലൊരു പ്രോട്ടീൻ ഡയറ്റിലോട്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഒരു പ്രൊപ്പോർഷൻ ഒന്ന് കൂട്ടുകയും, ഫ്രൈഡ് ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ്സ്, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന ബേക്കറിയിലൊക്കെ ഇങ്ങനെ ഫുഡ് നിരത്തി വെച്ചിരിക്കും, നമുക്ക് തോന്നില്ല ഇതൊന്നും വാങ്ങി കഴിക്കാമെന്ന് തോന്നുന്ന അങ്ങനെയുള്ള ആഗ്രഹമുള്ള ഫുഡുകളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഡോക്ടർ, ഈ ഫുഡ് ചോദിച്ചപ്പോഴാണ്, നമ്മളെപ്പോഴും കഴിക്കാറുണ്ട് പൊറോട്ട, ബീഫ്, ഇതൊക്കെ ശരിക്കും ഹാർട്ടിന് വില്ലനാണോ? ഇതിപ്പോൾ ഒരു ദിവസം കഴിച്ചു എന്ന് കരുതി ഒരു തെറ്റും ഒരു തവണ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമില്ല. അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു വലിയ തെറ്റായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു തവണ ഒരു കൊതി തോന്നി ഒരു പൊറോട്ട കഴിച്ചു, അല്ലെങ്കിൽ ഒരു ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ തെറ്റൊന്നും അതിൽ കാണാൻ പറ്റില്ല. ഇതൊരു ഹാബിറ്റായിട്ട് മാറുമ്പോൾ എന്നും രാത്രി വെളിയിലുള്ള ഫുഡ് പോയി കഴിക്കുക, എന്നും രാത്രി ഫാസ്റ്റ് ഫുഡിലോട്ട് പോവുക, അല്ലെങ്കിൽ എന്നും വെളിയിൽ നിന്നുള്ള ഫുഡ് കഴിച്ചിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കാൻ പറ്റുക. അങ്ങനെ വരുമ്പോൾ, റെഗുലറായിട്ട് അങ്ങനെ വരുമ്പോഴേക്കും അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിട്ട് മാറുകയും അത് ജീവിതശൈലി രോഗങ്ങളെ വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഈ അസുഖങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. ലൈക്ക് ഞാൻ പറഞ്ഞതുപോലെയുള്ള പക്ഷാഘാതം അല്ലെങ്കിൽ ഹൃദയാഘാതം, ഇങ്ങനെയുള്ള അസുഖങ്ങളെ വിളിച്ചു വരുത്തുന്ന ഒരു ഇൻവൈറ്റിയാണ് ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ ഡോക്ടർ, നമ്മൾ നടത്തത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട് നടത്തം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ നടക്കുന്നത് നിരന്ന പാതയിലൂടെ എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൂടിയുണ്ടോ, അതോ കയറ്റം, ഇതൊക്കെ ഏത് നടത്തമായാലും മതി എന്നുള്ളതാണോ? അതിൽ നമുക്ക് ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രത്ത് നിരന്ന പാതയിലൂടെ നടക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് പോസിബിൾ അല്ല. നമ്മളൊന്ന് റോഡിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പരന്ന പാതകളോ അല്ലെങ്കിൽ നിരന്ന പാതകളോ എന്ന് പറയുന്നത് വളരെ കുറവാണ്, അല്ലേ? അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തായാലും ഒരു ഇറക്കമോ കയറ്റമോ ഒക്കെ കയറേണ്ടതായിട്ട് വരും. അതൊരു വലിയൊരു ഫാക്ടറല്ല. അപ്പോൾ ഇൻഫാക്റ്റ് കയറ്റം കയറുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്ട്രെയിൻ കൂടുതലായിരിക്കാം. നമുക്ക് പിന്നെ ഒരു ലെവൽ ഓഫ് എക്സസൈസ് കുറച്ചുകൂടെ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. കുറച്ചുകൂടെ എനർജി കൺസംഷൻ, അല്ലെങ്കിൽ നമ്മളൊരു എനർജി കത്തിച്ച് കളയുന്നുണ്ടല്ലോ, നമ്മൾ കത്തിച്ച് കളയുന്ന എനർജിയാണല്ലോ ഈ നടത്തുമെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിരിക്കാം. 30 മിനിറ്റ് കയറ്റത്തിലൂടെ നടക്കുന്ന ഒരാൾ 30 മിനിറ്റ് പരന്ന പ്രതലത്തിലൂടെ നടക്കുന്ന ആൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 30 മിനിറ്റിൽ കയറ്റത്തിലൂടെ നടന്ന ആളായിരിക്കാം കൂടുതൽ എനർജി കത്തിച്ച് കളഞ്ഞിട്ടുണ്ടാകുക. ബട്ട് അറ്റ് ദ സെയിം ടൈം അയാൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതം വന്നു, പമ്പിങ് കുറവാണ്, അല്ലെങ്കിൽ കുറച്ച് രക്തക്കുഴലുകളിൽ ഹാർട്ടിൻ്റെ തടസ്സങ്ങളുണ്ട്, നടന്നു പോകുമ്പോൾ അഞ്ചേന ഉണ്ടാകുന്നുണ്ട്, നടന്നു പോകുമ്പോൾ നെഞ്ചിലൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള നടത്തം അവോയ്ഡ് ചെയ്യണം. കാര്യം അവർക്ക് നടക്കുന്ന വഴിയിൽ ചെസ്റ്റ് ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ ഒരു ബ്രെത്ത്ലെസ്നെസ്സോ ഒക്കെ വരാം, ഒരു ശ്വാസം മുട്ടലൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ള സിംറ്റംസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അസുഖങ്ങളുള്ള ആളുകളിൽ, നടക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഡെഫിനറ്റായിട്ട് അങ്ങനെയുള്ള ഈ എന്താ പറയുക, ഈ പ്രതലത്തിലെ ഏറ്റക്കുറച്ചിലുകളുണ്ടല്ലോ, അത് അവോയ്ഡ് ചെയ്ത് നടക്കുന്നതായിരിക്കും നല്ലത്. സ്മോക്കിംഗ് എത്ര വില്ലനാണ്?
സ്മോക്കിംഗ് വില്ലനാവുന്നത് നമ്മളിപ്പം ഞങ്ങൾ ഹൃദയരോഗ വിദഗ്ധരാണല്ലോ. അപ്പം നമ്മുടെ മുമ്പിൽ പലപ്പോഴും ആദ്യമായിട്ട് പേഷ്യൻറ്റിനെ ചിലപ്പോൾ നമ്മൾ കാണുന്ന കാത്ത് ലാബിലെ ടേബിളിലാണ്. കാത്ത് ലാബിലെ ടേബിൾ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം വന്ന് പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും വിളി വരുന്നത് ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു ഹൃദയാഘാതം വന്നു. അപ്പോൾ നമ്മൾ ആ ഫുഡ് അവിടെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. കാര്യം ബേസിക്കലി ഏർലിയർ ദ ബെറ്റർ. ഞാൻ മാത്രമല്ല, ഇത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്താകമാനമുള്ള കാർഡിയോളജിസ്റ്റ് അവർ ഓൺ കോൾ ഡ്യൂട്ടി ഡേയ്സിൽ ഒരാൾ ഇങ്ങനെ ഒരു അലർട്ട് വരികയാണെങ്കിൽ അതും കളഞ്ഞിട്ട് തന്നെയായിരിക്കും പോകുന്നത്. കാര്യം എത്രയും പെട്ടെന്ന് എത്തുക, അത്രയും പെട്ടെന്ന് പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് അത്രത്തോളം നല്ലതായിരിക്കും. ഫ്യൂച്ചറിൽ പേഷ്യൻറ്റിന് ലൈഫ് തിരിച്ച് കിട്ടുന്നതിനുള്ള സാധ്യത, ഫ്യൂച്ചറിലുള്ള ഹാർട്ട് ഫെയിലിയർ അവോയ്ഡ് ചെയ്യുന്നതിനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലായിരിക്കും. ഓരോ മിനിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, എവറി മിനിറ്റ് കൗണ്ട്സ്. അപ്പോൾ പെട്ടെന്ന് ഓടിയെത്തുക. അപ്പോൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റം കാണും. അറ്റാക്കായിട്ട് വന്നു, ഡോക്ടർ ഒരു ഡയഗ്നോസ് എത്തിക്കഴിഞ്ഞു, റിലേറ്റീവ്സ് പ്രൊസീജിയറിനെ സമ്മതിച്ച് കഴിഞ്ഞു, അവരെ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞു, പെട്ടെന്ന് കാത്ത് ലാബിലെ ടേബിളിലോട്ട് മാറ്റുക. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യമായിട്ട് പലരെയും കാണുന്നത് കാത്ത് ലാബിലെ ടേബിളിലായിരിക്കും. പേഷ്യൻ്റെ ടേബിളിലെത്തി കാണും, നമ്മൾ അവിടേക്ക് എത്തുകയാണ്. അവിടെ ചെന്ന് നമ്മൾ കൈ പിടിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് ഒരു 40-കാരനാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം സ്മോക്കറാണോ എന്നുള്ളതാണ്. 80% ആൾക്കാരും പറയും യെസ് എന്ന് പറയും കേട്ടോ. അതാണ് സ്മോക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ ആൽക്കഹോളിസം ഒരു കോൺട്രവേഴ്സിയൽ സബ്ജക്റ്റ് ആയിരുന്നു കുറേ നാൾ മുമ്പ് വരെ. പല പേഷ്യൻസും നമ്മളുടെ അടുത്ത് തന്നെ വന്ന് പറയും, സാറേ കുറച്ച് ആൽക്കഹോളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഗുണകരമാണെന്നൊക്കെ HDL കൂട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് വരെയൊക്കെ നമ്മളോട് വന്ന് പറയും. നമുക്ക് അബ്സല്യൂട്ട്ലി നോ പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. കാര്യം അങ്ങനെ ഡേറ്റ ഇല്ല. പക്ഷേ ആൽക്കഹോളിനെ കുറിച്ച് നല്ല ഡേറ്റാസ് വന്നിട്ടുണ്ട്. ആൽക്കഹോൾ എടുക്കുന്നത് കാരണം അത് മിതമായ നിലയിൽ പോലും ആൽക്കഹോൾ ഡെഫിനറ്റ്ലി ഹാർട്ടിന് അഭികാമ്യമല്ല. അപ്പോൾ ചെറിയ മോഡറേറ്റ് ലെവൽ ആൽക്കഹോൾ നോട്ട് റെക്കമെൻഡഡ്. അപ്പോൾ അതിൽ ഹൃദയ മിടിപ്പിനുള്ള വേരിയേഷൻസ് ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളുണ്ട്. ഹൃദയാഘാതം വരുന്നതിനുള്ള ഓവർ ഡോസിലുള്ള ആൽക്കഹോൾ ബിഞ്ചസ് ഒക്കെ എടുക്കുന്ന ആളുകളിൽ, അതായത് 2 ദിവസമൊക്കെ ആൽക്കഹോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആളുകളിൽ ഡെഫിനറ്റ്ലി ഹൃദയാഘാതത്തിനുള്ള സാധ്യത, സഡൻ കാർഡിയക് ഡെത്തിനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് ആൽക്കഹോളിന് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? 10-ൽ മോശം വെച്ചിട്ടാണ് 10-ലൊരു 3 മാർക്ക് കൊടുക്കാം. അതായത് പാസ്സല്ല, ഡെഫിനറ്റ്ലി പാസ്. അതുപോലെ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി എത്രത്തോളം വില്ലനാണ്? പൊണ്ണത്തടിക്ക് ഡെഫിനറ്റ്ലി ഓരോ 10-ൽ എഗെയിൻ ഒരു 3 മാർക്കേ ഉള്ളൂ. അതായത് വില്ലത്തരം വെച്ചിട്ടാണെങ്കിൽ 7, മറ്റേ നെഗറ്റീവ് പോസിറ്റീവ് ആസ്പെക്റ്റിലാണ്. സ്മോക്കിംഗ് പോലെ അത്രയും ഇത് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി പൊണ്ണത്തടി വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. എസ്പെഷ്യലി അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പൊണ്ണത്തടിയുമായിട്ട് നമ്മൾ പിറകിലോട്ട് ജനറ്റിക് ഫാക്ടേഴ്സ്, ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ നമുക്ക് പറയാമെങ്കിലും ഒരു ബേസിക് ഫാക്ടർ ഓഫ് പൊണ്ണത്തടി ഈസ് നമ്മുടെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി. നമ്മൾ അധികം കാര്യങ്ങൾ ചെയ്യുന്നില്ല. ആൻഡ് ഫുഡ് ഹാബിറ്റ്സ്, അല്ലേ, നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡും നമ്മൾ കഴിക്കുന്ന ഹൈ സ്റ്റാർച്ച് ഡയറ്റുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. ഞാൻ വേറെ സയൻറ്റിഫിക് ആയിട്ടുള്ള വേറെ കോസസ് ഓഫ് ഒബിസിറ്റി ഉണ്ട്, ഡിസീസ് ഉണ്ട്, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. അതിനെ മാറ്റി നിർത്തുന്നു. അത് വളരെ റെയർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത്രയും കോമൺ ആയിട്ടായിരിക്കില്ല നമ്മളത് ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്നത്. ക്ലിനിക്കലി നമ്മൾ കാണുന്ന പൊണ്ണത്തടിയുടെ ബേസിക് കാരണം എന്ന് പറയുന്നത് ഫിസിക്കൽ ഇനാക്ടിവിറ്റിയും അല്ലെങ്കിൽ ഡയറ്ററി ഹാബിറ്റ്സും തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഹൃദയാഘാതം വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കൊരു 10-ൽ 2 മാർക്ക് കൊടുക്കാം. ഡോക്ടർ, അതുപോലെ നമ്മൾ പറയുമ്പോൾ കേട്ടിട്ടുണ്ട് വളരെ മെലിഞ്ഞ ആളാണ്, ഡയറ്റൊക്കെ നന്നായി നോക്കുമായിരുന്നു, പിന്നെ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന്. അങ്ങനെയുള്ള സാധ്യതകളെ എങ്ങനെയായി തരംതിരിക്കുന്നത്? അത് ഡെഫിനറ്റ്ലി അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ നമ്മൾ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. ബന്ധുക്കൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്. അദ്ദേഹം വളരെ മെലിഞ്ഞ ആൾ, അദ്ദേഹം ഇന്നലെ വരെ നടക്കാൻ പോയ ഒരാൾ, അദ്ദേഹം സ്മോക്ക് ഒന്നും ചെയ്യുന്നില്ല, ഫാമിലിയിൽ ഇങ്ങനെ ആർക്കും വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? കൊളസ്ട്രോൾ 2 ആഴ്ച മുമ്പ് നോക്കിയതേ ഉള്ളൂ, അന്ന് നോർമലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചില സമയങ്ങളിൽ ചിലപ്പോൾ അപൂർവമായിട്ടെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു മനുഷ്യനും ഇല്ല. എല്ലാവർക്കും ഉണ്ട് റിസ്ക്. അത് നമ്മുടെ പ്രായം, അസുഖം, തടി, ഡയബറ്റീസ്, കൊളസ്ട്രോളിൽ ഏറ്റക്കുറച്ചിലുകൾ, നമ്മൾ ആണാണോ
സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ചിലർ ലോ റിസ്കിലുള്ള ആളുകൾ കാണും, ചിലർ ഇൻ്റർമീഡിയറ്റ് റിസ്ക് ആൾക്കാരായിരിക്കും, ചിലർ ഹൈ റിസ്ക് ആയിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് 40 കഴിഞ്ഞ എല്ലാ പുരുഷന്മാരും ഇൻ്റർമീഡിയറ്റ് റിസ്ക് ആയിരിക്കും. ഒരു ലോ റിസ്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇല്ല. ഇൻ്റർമീഡിയറ്റ് ഇടത്തര റിസ്കിലോട്ട് ആൾറെഡി 40 കഴിയുമ്പോൾ കയറി കഴിയും. 50 കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ഇൻ്റർമീഡിയറ്റ് റിസ്കിലോട്ട് ഏകദേശം എല്ലാവരും കടന്നിരിക്കും. അപ്പോൾ അതിലുള്ള ചെറിയ മാറ്റങ്ങൾ, ഇപ്പോൾ കൊളസ്ട്രോൾ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ സാധ്യതകൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിതിപ്പം ഞാൻ ഹാർട്ട് അറ്റാക്കിനെ എപ്പോഴും ഒരു ആക്സിഡൻറ്റ്, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബെൻസ് പോകുന്നു, അല്ലെങ്കിൽ നല്ലൊരു കാറിൽ വളരെ പ്രൊട്ടക്ഷൻ ഉണ്ട്, സീറ്റ് ബെൽറ്റ് ധരിച്ച ഒരാൾ, അപ്പോൾ അയാൾ വളരെ മിതമായിട്ടുള്ള സ്പീഡിൽ എല്ലാ ട്രാഫിക് റൂളിലും പാലിച്ചുകൊണ്ട് ഒരാൾ പോകുന്നു. വേറൊരു പയ്യൻ ഹെൽമെറ്റ് ഇടാതെ ഒരു ബൈക്കിൽ 100 കിലോമീറ്റർ 120 കിലോമീറ്ററിലോട്ട് രണ്ടുപേരും എറണാകുളത്ത് പോവുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ബെൻസിലുള്ള ആൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാകില്ല, അസംഭാവ്യമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അയാൾക്കും ഉണ്ട്, സംഭവിക്കാം. അപ്പോൾ അയാൾക്ക് സാധ്യതയുണ്ട്, മറ്റേ ആൾക്ക് ഹൈ സാധ്യതയുണ്ടായിരുന്നു, പക്ഷേ തലവരാന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൽ നിന്ന് മറ്റേ ആൾ രക്ഷപ്പെട്ടു, ഇയാൾക്ക് സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത്തരം കേസസ് വരുമ്പോഴാണ് ഈ ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളെ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? നമ്മളെങ്ങനെയാണ് ഈ കൂടെയുള്ളവരെ കൺവിൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഡോക്ടേഴ്സിന്? അത് വളരെ വലിയൊരു ചലഞ്ചാണ് കേട്ടോ. കൂടെ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവായിട്ടാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മളിപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ പോയി കാണുന്നതും അപ്പോൾ അവർ നമ്മൾ പറയുന്നതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കും. അതൊരു വലിയ ഫാക്ടറാണ്. രണ്ടാമതായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ, അത് വളരെ ഹ്യൂമനായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളാണെങ്കിലും ആദ്യം കാണുന്ന ഒരാളെ എന്തുകൊണ്ട് വിശ്വസിക്കണം? ഇല്ല, അങ്ങനെയില്ല. ഡോക്ടർ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കണം എന്നൊക്കെ പറയാമെങ്കിലും അത് പോസിബിളല്ല, ഹ്യൂമൻലി പോസിബിളല്ല. അപ്പോൾ അവർക്കൊരു അറ്റാക്ക് എന്ന് പറയുമ്പോൾ വളരെ അസംഭാവ്യമായിട്ട് ഇപ്പോഴും തോന്നുന്ന ആൾക്കാരുണ്ട്. അറ്റാക്ക് അല്ലാത്തത് അറ്റാക്കാണ്, ഡോക്ടറിന് ട്രീറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ആൻജിയോഗ്രാഫി ആവശ്യമില്ലാത്തത് ചെയ്യണമെന്ന് ആ ഒരു കൺസെപ്റ്റോടുകൂടി വരുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാർ ഉണ്ട്. അപ്പോൾ ഈ കൺവിൻസ്ഡ് അല്ലാത്ത ആൾക്കാരെ നമ്മൾ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ വിളിച്ചിരുത്തി ടൈം കൊടുക്കുക. അവർക്ക് അതൊരു വലിയ ഫാക്ടറാണ്. ടൈം കൊടുക്കുക, പിന്നെ കുറച്ച് റിപ്പോർട്ട്സുകൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം എന്തെങ്കിലും റിപ്പോർട്ട് കാണുമല്ലോ, ECGയിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ ബ്ലഡിലുള്ള റിപ്പോർട്ടിലുള്ള വേരിയേഷൻസ് അവരുമായിട്ടൊന്ന് ഒരു സുതാര്യത കീപ്പ് ചെയ്യുക. നമ്മൾ അവരുമായിട്ട് സത്യത്തിൽ കമ്മ്യൂണിക്കേഷൻ വളരെ വലിയൊരു ഫാക്ടറാണ്. 90% ആൾക്കാർക്ക് വെൻ യു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ 10% ആൾക്കാർ കാണും ഒരു രീതിയിലും അവർക്ക് കൺവിൻസ്ഡ് ആകത്തില്ല. അത് എങ്ങനെയെങ്കിലും കൺവിൻസ്ഡ് ആകും. കാര്യം ഇത് ഒരു അസുഖമല്ലേ, അപ്പോൾ അതൊരു അസുഖമാണ്. നമ്മളുടെ ഡയഗ്നോസിസ് റൈറ്റ് ആണെങ്കിൽ സം വേ അവർ അതുമായിട്ട് എഗ്രി ചെയ്ത് വരുന്നേ പറ്റുകയുള്ളൂ. പക്ഷേ അത് ചിലപ്പം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഗോൾഡൻ അവർ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 1.5 മിനിറ്റിനുള്ളിൽ കഴിയണമെന്ന് പറയും, 1.5 മണിക്കൂറിനുള്ളിൽ കഴിയണം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പം ചില പഠനങ്ങളുണ്ട്, ഈ ടൈം ഡിലേ ഉണ്ടാകുന്നതിനുള്ള അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി കംപ്ലീറ്റ് ചെയ്യാത്തതിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് റിലേറ്റീവ്സാണ്. ഒരു വിധത്തിൽ അവർ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഡിസിഷൻ എടുക്കില്ല. അവർ അരമണിക്കൂറോ 1 മണിക്കൂറോ. പക്ഷേ ആ സമയത്ത് ഹാർട്ടിന് നല്ല വിലപ്പെട്ട സമയമാണ്. ഹാർട്ടിൻ്റെ ഡാമേജ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ നെഞ്ച് നുറുങ്ങും, അയ്യോ പേഷ്യൻ്റ് ഹാർട്ട് ഇങ്ങനെ പോവാണല്ലോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഡിസിഷൻ പറയുമെന്ന് പറയുന്നത് അത് ഡെഫിനറ്റ്ലി ഹൃദയാഘാതത്തിൻ്റെ സമയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പെട്ടെന്ന് തന്നെ നമ്മളത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്ന അത്രയും നല്ലതായിരിക്കും പേഷ്യൻറ്റിന്. ഡോക്ടർ അടുത്തിടെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഓർത്തതാണ്, ഈ നിയമസഭയിൽ ഒരു വ്യക്തി ഒരു ഗ്രൂപ്പ് ഡാൻസിനിടയിൽ വീഴുന്നു. ആദ്യം സ്റ്റെപ്പാണെന്ന് വിചാരിക്കുന്നു, പിന്നെ പെട്ടെന്ന് എല്ലാവരും അടുത്ത് പോകുമ്പോൾ മനസ്സിലാവുന്നു അല്ല, ആൾ കുഴഞ്ഞു വീണതാണെന്ന്. അതിൻ്റെ ആൾ മരണപ്പെട്ടു. പക്ഷെ അതിൻ്റെ താഴെ വന്ന കമൻസ് മുഴുവൻ ആർക്കും ഒന്ന് CPR കൊടുക്കാൻ അറിയില്ലേ എന്നുള്ള കുറേ കമൻസ് കണ്ടു. വിമർശനങ്ങളായി തന്നെ വന്നു. ആ സമയത്തിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മളൊരു ലേമാൻ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മുന്നിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ? വളരെ വിഷമം. ഞാൻ ആ വീഡിയോ കാണുമ്പോൾ നമുക്കത് വളരെ വിഷമകരമാണ്. എന്ന് വെച്ചാൽ
10 വർഷം മുമ്പ് സംഭവിച്ചാലും നമ്മൾ എന്താ ചെയ്യുന്നത് അത് മാത്രമേ നമ്മൾ ഇപ്പോഴും ഇത് ചെയ്തുള്ളൂ. ഇത്രയും സോഷ്യൽ മീഡിയ ഉണ്ട്, ഇത്രയും ഹെൽത്ത് റിലേറ്റഡ് ടോക്സും കാര്യങ്ങളും അവയർനെസ് പ്രോഗ്രാംസും ഒക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ബട്ട് എന്നിട്ടും നമുക്ക് നമ്മൾ ചെയ്ത കാര്യം സെയിം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് മുതലേ കുട്ടിക്കാലം മുതലേ നമ്മളിപ്പോൾ ഞാൻ MBBS ഒക്കെ ചേരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നമ്മൾ അയാളെ എണീപ്പിച്ച് നിർത്തും. എന്നിട്ട് അയാളുടെ വായിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ റെസ്ക്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അത്രയും ദ്രോഹം ആ പേഷ്യൻ്റ് അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഇഫക്റ്റാണ്. അത് ചെയ്യാതെ ഇരുന്നാൽ അത്രയും നല്ല, ഒന്നും ചെയ്യാതിരുന്നാൽ പോലും ബെറ്ററായിരിക്കും. ഇൻഫാക്റ്റ് അയാൾ ഇപ്പം എന്തുകൊണ്ടാണ് അയാൾ വന്ന് വീണ് കിടക്കുന്നത്? അയാൾക്ക് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അയാൾ വീണത്. ബോഡിയുടെ മെക്കാനിസമാണ് BP കുറയുകയോ സർക്കുലേഷൻ ഇല്ല എങ്കിലോ ബ്രെയിനിലോട്ട് ബ്ലഡ് അത്യാവശ്യം പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഗ്രാവിറ്റി എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ തറയിൽ വീണ് കിടക്കുന്നത്. അയാൾ ഒരു കാരണവശാലും പൊക്കിയെടുക്കാൻ പാടില്ല. കാര്യം അങ്ങനെയായിരിക്കും എന്തെങ്കിലും സർക്കുലേഷനോ ബ്ലഡോ ബ്രെയിനിലോട്ട് അയാൾക്ക് എത്തിച്ചേരുന്നത്. രണ്ടാമത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരാളുടെ വായിലോട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അത് അയാളുടെ നമ്മുടെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും വാ തുറന്നിട്ട് നമ്മുടെ വായിൽ വെള്ളം ഒഴിച്ചു തന്നാൽ എന്ത് ക്രൂരതയാണോ എന്ന് ആലോചിച്ച് നോക്കുമോ. നമ്മൾ എങ്ങോട്ടൊക്കെ ആയിരിക്കാം പോകുന്നത്? നമ്മൾ ലങ്സിലോട്ടായിരിക്കാം, മൂക്കിലോട്ടൊക്കെ കയറിപ്പോയി നമ്മൾ ചുമച്ചുകൊണ്ട് ചാടി എണീക്കും. ചുമയ്ക്ക് പോലും കഴിവില്ലാത്ത ഒരാളുടെ അടുത്താണ് നമ്മൾ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഉറപ്പായിട്ടും അത് റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഡോക്ടർ, അതുപോലെ ഞാൻ എൻ്റെ ഒരു കാർഡിയോളജിസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ കേട്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ഹൃദയം ആരോഗ്യം പ്രശ്നത്തിലാണ്, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്നുണ്ടോ, ഒരാഴ്ച മുന്നേ ശരീരം കാണിക്കുന്ന സിംറ്റംസ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. ശരിക്കും നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ ശരീരം അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുമോ? ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് വളരെ വേഗമാണ് കേട്ടോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്? ഹൃദയാഘാതം. ഹാർട്ട് അറ്റാക്ക് ഒരാഴ്ച കൊണ്ട് സിംറ്റം കാണിച്ച് നിൽക്കുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത് ഫാസ്റ്റായിരിക്കണം അല്ലേ. ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ അത് ഒരാഴ്ച മുമ്പ് എനിക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് വരാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. അല്ലെങ്കിൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യതകൾ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ അതിൻ്റെ ലക്ഷണങ്ങൾ എനിക്ക് ഇല്ല. അബ്സല്യൂട്ട്ലി നോ. 90% ആൾക്കാർക്കും അവർക്ക് ഒരു സൈനും കാണില്ല. ആ നിമിഷത്തിലായിരിക്കാം തുടങ്ങുന്നത്. ആ നിമിഷത്തിലാണ് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രോബ്ലം. ഹാർട്ട് അറ്റാക്ക് പ്രഡിക്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പല AI ബേസ്ഡ് പ്രോഗ്രാംസൊക്കെ ഇപ്പോഴും പലരും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം പ്രിമിറ്റീവ് സ്റ്റേജിലാണ്, കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. എങ്കിൽ പോലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നെഗ്ലക്റ്റ് ഓഫ് സിംറ്റംസ്. ആദ്യത്തെ സിംറ്റം നെഗ്ലക്റ്റ് ചെയ്ത ആളുകൾ നമ്മളൊരു അല്ലെങ്കിൽ ഈ പറഞ്ഞ അറ്റാക്കുമായിട്ട് വരുന്ന ആളുകളെ നോക്കുകയാണെങ്കിൽ ഒരു 10-ൽ 4 പേരെങ്കിലും വന്ന് ആദ്യത്തെ സിംറ്റത്തിനെ തള്ളിക്കളഞ്ഞവരായിരിക്കും. വന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഒരു നെഞ്ചിലൊരു ബുദ്ധിമുട്ട്, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടൊരു ഫറ്റീഗ്, നമുക്കൊരു ക്ഷീണം, നമുക്ക് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഒരാഴ്ചയായിട്ട് കയറുമ്പോൾ പകുതി ദൂരത്തും പോകുന്ന നിൽക്കേണ്ടി വരുന്നുണ്ട്. പണ്ടത്തെ ചെയ്ത പോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഫുഡ് കഴിക്കുമ്പോൾ നെഞ്ചിലൊരു മധ്യഭാഗത്ത് എന്തോ വരുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, കുളിക്കാനായിട്ട് വെള്ളത്തിനായിട്ട് കോരി ഒഴിക്കുമ്പോഴേക്കും നെഞ്ചിലൊരു പിടുത്തം വന്ന് നിൽക്കുക, ഇതെല്ലാം സിംറ്റംസാണ്. അപ്പോൾ ഇതിനെല്ലാം എന്തെങ്കിലും മസിൽ പിടിച്ചതായിട്ടോ നമുക്ക് ഗ്യാസായിട്ടോ ഒക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റാവുന്നതേ ഉള്ളൂ. പ്രൊവൈഡഡ് നമുക്ക് നടക്കാൻ പറ്റുന്നിടത്തോളം ഇങ്ങനെയുള്ള സിംറ്റംസിനെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷെ ഒരു പരിധി കഴിയുമ്പോഴേക്കും ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റാത്ത വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത്. അപ്പോൾ ഐ തിങ്ക് ഒരു വാർണിംഗ് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട് പലർക്കും. അതിനെ തള്ളിക്കളയാതിരിക്കുക. ബട്ട് അല്ലാതെ ഒരു അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നതിന് തൊട്ട് മുമ്പ് 7 ദിവസം മുമ്പേ ബോഡി നമുക്ക് കാണിച്ചു തരികയാണെങ്കിൽ സിംറ്റംസ് തന്നെയാണ്. സിംറ്റത്തിന് പുതുതായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ, പുതുതായിട്ട് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ എല്ലാ റുട്ടീൻ ആക്ടിവിറ്റിയും ചെയ്യുന്ന പുതുതായിട്ടൊരു ബുദ്ധിമുട്ടുകൾ വരുന്നു, അതിനെ ഞാൻ തള്ളിക്കളയാതിരിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡോക്ടർ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇഞ്ചി വെള്ളമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്നൊരു കാർഡിയോളജിസ്റ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളും അത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. നെഞ്ചിലൊരു ബുദ്ധിമുട്ട് ഗ്യാസിൻ്റെയാന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. ഇത് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗം? എനിക്ക് ഏറ്റവും ശത്രുവായിട്ട് തോന്നിയിട്ടുള്ള പരിപ്പാണ് കേട്ടോ. തലേന്ന് ഉണ്ടാക്കിയ പരിപ്പ് കഴിച്ചിട്ട് ആണ് ഇത് വന്നതെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. അത് വളരെ ഇഞ്ചി വെള്ളത്തിനേക്കാളും എനിക്കൊന്ന് കോമൺ പരിപ്പാണെന്ന് തോന്നുന്നത്. അത് പരിപ്പ് കഴിച്ചതിന് ശേഷം ആണ് നെഞ്ചിൽ ഗ്യാസ്, തലേന്നത്തെ പരിപ്പ് അതെപ്പോഴേ പറഞ്ഞായിരുന്നു വേണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കമൻസുകൾ കേൾക്കാറുണ്ട്. ഈവൻ ഏറ്റവും ചിലപ്പം നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റിയുടെ വേൾഡ് അല്ലേ, അപ്പോൾ
നമ്മൾ വളരെ ചില പേഷ്യൻസ് ഒന്ന് രണ്ട് ഇൻസ്റ്റൻസുകളെങ്കിലും ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് റഷ് ചെയ്തു, പെട്ടെന്ന് ഒന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, പേഷ്യൻറ്റ് ബഹളം എടുത്ത് കിടക്കുക, ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആൻജിയോപ്ലാസ്റ്റി എല്ലാം കഴിഞ്ഞ് പുള്ളി സമാധാനമായിട്ട് ഈ ആൻജിയോപ്ലാസ്റ്റി കഴിയുമ്പോൾ അവർ ബെഡിൽ ഒരു ഉറക്കമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതാണ് അവരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അവർ അത്രയും പെയിനിലാണ് വന്നതെന്നുള്ളത് അവരറിയാതെ ഉറങ്ങിപ്പോകും. ബ്ലോക്ക് മാറിക്കഴിയുമ്പോഴുള്ള അവരുടെ ഒരു ആശ്വാസമുണ്ട്. അത് നമുക്ക് തന്നെ വളരെ സംതൃപ്തി നൽകും. നമ്മൾ തിരിഞ്ഞു നോക്കും എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ അവർ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിയിരിക്കും. അപ്പോൾ അത്രയും പെയിനിലാണ് അവർ വരുന്നത്, മനസ്സിലായില്ല. അത് വൺ ഓഫ് ദ മോസ്റ്റ് സിവിയർ പെയിനാണ്, ലേബർ പെയിൻ പോലുള്ളൊരു പെയിനാണ് മേജർ ഹാർട്ട് അറ്റാക്കിൽ ഉണ്ടാകുന്ന പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ ICUവിൽ പോയി നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് എങ്ങനെയുണ്ട് മിസ്റ്റർ, എങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലത്തെ പരിപ്പ് അത്ര സുഖമില്ലായിരുന്നു എന്ന് പറയുന്ന വിദ്വാൻമാരുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും അനുഭവിച്ചു, എല്ലാം കഴിഞ്ഞു, സാറ് ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ തന്നല്ലോ അതിലെല്ലാം പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് വളരെ വലിയൊരു ഫാക്ടറാണ്. നമ്മൾ അത് ഹ്യൂമൻ നേച്ചറാണ്. ഈവൻ ഡോക്ടേഴ്സ് പോലും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു പുതിയ ഒരു അസുഖം വന്നാൽ നമ്മൾക്കത് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു റിലക്റ്റൻസ്, അത് സത്യത്തിൽ അത് മാറി വരണം. അത് അസുഖം വന്നാൽ ധൈര്യമായിട്ട് അതിനെ നേരിടുക, അതൊരു കുഴിയായിട്ട് സങ്കല്പിക്കുകയും ആ കുഴിയിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി വരാനുള്ള മാർഗ്ഗങ്ങൾ ആലോചിക്കുകയും ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നീട് ആ കുഴിയുടെ ഡെപ്തും ആലോചിച്ചുകൊണ്ടിരിക്കരുത്. പിന്നീട് പാസ്റ്റിനെക്കുറിച്ച് അധികം ആലോചിക്കരുത്. നമ്മൾ ഇനി മുന്നോട്ട് അടുത്ത കുഴിയിൽ വീഴാതിരിക്കാൻ എന്താണ് മാർഗ്ഗം എന്നുള്ള രീതിയിൽ വേണം മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ട്രീറ്റ്മെൻറ്റ്സിലേക്ക് വന്നാൽ ഹാർട്ട് അറ്റാക്കായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് രോഗി എത്തുന്നു, നമ്മൾ ECG എടുക്കുന്നു, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ഇതാണ് നമുക്കറിയുന്ന ഒരു മെത്തേഡ്. അത് തന്നെയാണോ? എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ? എന്ത് ഉണ്ടെങ്കിലും ആൻജിയോഗ്രാഫി, ആൻജിയോപ്ലാസ്റ്റി അത് തെറ്റായ ധാരണയാണ്. നമ്മളിപ്പോൾ ECG എടുത്ത് കഴിഞ്ഞാൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഹൃദയത്തിൻ്റെ രക്തക്കുഴൽ ബ്ലോക്കുകളാണോന്നില്ല. ഹൃദയത്തിൻ്റെ മസിലിൻ്റെ കനം കൂടിയത് കൊണ്ടാകാം, വാൽവിൻ്റെ അസുഖങ്ങൾ കാരണമാകാം. അതല്ലാതെ ചിലർക്ക് ജന്മനാ ഉള്ള ചില ECG വേരിയേഷൻസ് ഉണ്ടാകാം. അപ്പോൾ അപ്പോൾ ECG വേരിയേഷൻസ് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ആളുടെ ബുദ്ധിമുട്ട്. ഇപ്പോൾ ചെസ്റ്റ് പെയിനാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ റെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്, അതായത് ഹാർട്ടിൻ്റെ പെയിനാണ് വെറുതെ ഇരിക്കുമ്പോൾ വരുന്നു. റെസ്റ്റ് പെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതൊരു എമർജൻസി. കാര്യം റെസ്റ്റിൽ പോലും ഹാർട്ടിന് കറക്റ്റായിട്ട് ബ്ലഡ് കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഹാർട്ടിൻ്റെ രക്തക്കുഴലുകളെ തടസ്സമാണല്ലോ, അതിന് ഓക്സിജനും ന്യൂട്രിയൻസോ കൊണ്ടുവന്ന രക്തക്കുഴലുകളിലെ തടസ്സമാണ് ഈ ഹൃദയാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റിൽ പെയിനുണ്ട്, ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് പെയിനുണ്ട്, അതൊരു ഹാർട്ടിൻ്റെ പെയിനാണെന്ന് ECG ചേഞ്ചസിലൂടെ, ബ്ലഡിൻ്റെ ടെസ്റ്റിലൂടെ കൺഫേംഡ് ആണെങ്കിൽ, എക്കോയിലൂടെ കൺഫേംഡ് ആയെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ആൻജിയോഗ്രാഫി ക്ലാസ് 1 ഇൻഡിക്കേഷനാണ്. ഉറപ്പായിട്ട് അവർക്ക് ആൻജിയോഗ്രാഫി നോക്കണം. ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം. കാര്യം റെസ്റ്റ് പെയിൻ ഉണ്ട്, അയാൾക്ക് ഇനി റെസ്റ്റ് പെയിൻ തന്നെ ഉണ്ട്. അപ്പം നടക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇതും വേണ്ട. പിന്നെ മരണനിരക്ക് വളരെ കൂടുതലാണ്. റെസ്റ്റ് പെയിൻ ഉള്ള ആളുകളിൽ മരണനിരക്ക് ചിലപ്പോൾ 9 മുതൽ 20% വരെയാണ്. അപ്പോൾ 5-ൽ ഒരാൾ മരണമടയാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആൻജിയോഗ്രാഫി ചെയ്ത് ബ്ലോക്ക് മാറ്റണം. മരണനിരക്ക് വളരെ കുത്തനെ താഴും. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ 4% താഴെയായിട്ട് മാറും. അപ്പോൾ അത്രയും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയറാണ്, ജീവൻ രക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. ബട്ട് ഇപ്പോൾ ഹാർട്ടിൻ്റേതല്ലാത്ത പെയിനാണ് ECGയിൽ വേരിയേഷൻ ഉള്ളതായിട്ട് കണ്ടുപിടിക്കാൻ ഡെഫിനറ്റ്ലി ആൻജിയോഗ്രാഫി വേണ്ട. മരുന്നുകളും വേണ്ട. അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. ഇനി ഹാർട്ടിൻ്റെ പെയിനാണ്, നടക്കുമ്പോഴേ ബുദ്ധിമുട്ടുകൾ വരുന്നുള്ളൂ എന്ന് വിചാരിക്കുക, നടക്കുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവർക്കൊരു ട്രയൽ ഓഫ് മെഡിസിൻസ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ചില മരുന്നുകളുണ്ട്, പെയിൻ കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ, റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്ത് വയ്ക്കുക, രക്തം കട്ടപിടിക്കാനുള്ള മരുന്നുകൾ കൊടുക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റിലൂടെ വളരെ വർഷങ്ങളോളം അവർക്ക് ആൻജിയോഗ്രാഫി നിർബന്ധമില്ല, പ്രൊവൈഡഡ് അവർ പറയുകയാണ്, സാർ എനിക്ക് എൻ്റെ റുട്ടീൻ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ആൻജിയോഗ്രാഫി ചെയ്തു. ഞാൻ എന്നും ചെയ്തുകൊണ്ടിരുന്ന 4 നില കയറാൻ എനിക്ക് പറ്റുന്നില്ല, ഇപ്പോൾ എനിക്ക് 1 നില കയറുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്, സാർ ഒരു ആൻജിയോഗ്രാഫി ചെയ്യൂ. കാര്യം അത് സ്റ്റേബിൾ ഡിസീസാണ്, സ്ലോ പ്രോഗ്രസ്സിങ് ആയിരിക്കും. അത് കാരണം വളരെ വലിയ മരണനിരക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരു ട്രയൽ ഓഫ് മെഡിസിൻസ് കൊടുത്തിട്ട് ആളുടെ ബുദ്ധിമുട്ടും പേഷ്യൻറ്റിൻ്റെ പ്രിഫറൻസും അനുസരിച്ച് ഒരു ആൻജിയോഗ്രാഫിക്ക് പോയാൽ മതിയാകും. ആൻജിയോഗ്രാഫി ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ആൻജിയോഗ്രാഫിയിൽ നമ്മളൊരു ജീവൻ രക്ഷിക്കുന്ന മാർഗ്ഗമല്ല, നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. അസുഖത്തിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട്, അതായത് രക്തക്കുഴലിൽ തടസ്സമുണ്ടോ ഇല്ലയോ. നമ്മളിപ്പോൾ സസ്പെക്റ്റ് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. ഈ ആൾക്ക് ഹാർട്ടിനകത്ത് ഹാർട്ടിന് പോകുന്ന രക്തക്കുഴലുകളിൽ തടസ്സങ്ങൾ കാണാമെന്ന് നമ്മൾ സസ്പെക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനെ കൺഫേം ചെയ്യുന്നതിനുള്ള
ഇൻവെസ്റ്റിഗേഷൻ മൊഡാലിറ്റിയാണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് ബ്ലോക്ക് മാറ്റി അല്ലെങ്കിൽ ആ തടസ്സത്തിനെ നീക്കം ചെയ്ത് അത് ഇപ്പോഴത്തെ കാലത്ത് സ്റ്റെൻറ്റ് കൊണ്ട് ആവരണം ബ്ലോക്ക് തിരിച്ച് വളരാതിരിക്കാനായിട്ട് സ്റ്റെൻറ്റ് കൊണ്ട് അതിനെ മാറ്റിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അതിനെയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയാണ് ട്രീറ്റ്മെൻറ്റ്, ആൻജിയോഗ്രാഫിയാണ് ഇൻവെസ്റ്റിഗേഷനാണ്. ഇനി ആൻജിയോഗ്രാഫിയുടെ റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്കൊരു 10,000-1 റിസ്ക്, 1,000-1 ആൻജിയോഗ്രാഫിയുടെ 1,000-10,000 റിസ്ക് എന്ന് പറയാം. പ്രധാനപ്പെട്ട റിസ്ക്കുകൾ നമ്മളൊരു കയ്യിലോ കാലിലോ ഒരു സൂചി വെച്ചാണ് ഈ ചെയ്യുന്നത്. അതിന് ചുറ്റുമുള്ള ചെറിയ ബ്ലീഡിങ്ങുകളാണ് ഏറ്റവും പ്രധാന കോംപ്ലിക്കേഷനായിട്ട് പറയുന്നത്. ജീവഹാനി ആൻജിയോഗ്രാഫിയിലൂടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ 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 വിരളമാണ്. ഇല്ല എന്നല്ല, തിയററ്റിക്കലി പോസിബിളാണ്, ബട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇല്ല എന്ന് തന്നെ പറയാം. അല്ലാതെ ചില ഫാക്ടറുകളുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. ചില അസുഖത്തിൻ്റെ സിവിയറിറ്റി, വളരെ അസുഖം ഉള്ള ആളുകളിൽ ആൻജിയോഗ്രാഫി ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഉണ്ട്. ആൻജിയോപ്ലാസ്റ്റിയുടെ റിസ്ക്കും യൂഷ്വലി <1% ആണ്. പക്ഷേ അപ്പോൾ അതുകൊണ്ടാണ് ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ പേഷ്യൻറ്റിന് <1% സർവൈവൽ റിഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചിട്ടേ പോകാം. അതായത് മനസ്സിലായില്ലേ, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട്, ഈ ഒരു ബ്ലോക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ <1% റിസ്ക് ഉണ്ട്. അപ്പം അത് ചെയ്യുന്നതുകൊണ്ട് അയാൾക്കൊരു 10%, 20% സാധ്യതകൾ ജീവഹാനി സംഭവിക്കുന്നതെന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഒരു 1% സാധ്യത പ്രൊസീജിയറിൻ്റെ റിസ്ക് എടുക്കുന്നതിൽ അർത്ഥമുള്ളൂ അല്ലേ. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കൂടുതലായിരിക്കണം, ബേസിക് പറയുകയാണെങ്കിൽ ബെനിഫിറ്റ് കൂടുതലായിരിക്കണം, റിസ്ക് കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഗുണമുള്ളൂ ആ പ്രൊസീജിയറിന്. ബെനിഫിറ്റും റിസ്ക്കും ഒന്നാണെന്ന് വിചാരിക്കുക, നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ റിസ്ക്കും ഉണ്ട്, കിട്ടുന്ന ബെനിഫിറ്റും മിനിമലാണ്, രണ്ടും ഒരേ രീതിയിൽ പോകും. അപ്പോൾ ഡെഫിനറ്റ്ലി ആ പ്രൊസീജിയർ കൊണ്ട് ഒരു ഗുണമില്ല, അങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിന് എന്തൊക്കെയാണ്, കുറേ നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളൊരു കേട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയേണ്ടത് നമ്മുടെ കംപ്ലീറ്റ് റീവാസ്കുലറൈസേഷൻ ആണോ എന്നുള്ളത്. കംപ്ലീറ്റ് റീവാസ്കുലറൈസേഷൻ എന്ന് പറയുന്നത് ടൈറ്റായിട്ടുള്ള ബ്ലോക്കുകളെല്ലാം മാറിയിട്ടുണ്ടോ. ടൈറ്റ് അല്ലാത്ത ബ്ലോക്കുകൾ നമ്മൾ പ്രശ്നം ഉണ്ടാക്കത്തില്ല. ടൈറ്റ് അല്ലാത്ത ബ്ലോക്കുകൾ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ കാണാം, നമുക്ക് പലർക്കും കാണാം, ചിലപ്പോൾ 30% ബ്ലോക്കൊക്കെ. പല പഠനങ്ങളും പറയുന്നത് 8 വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളിൽ തന്നെ ബ്ലോക്കുകൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമെന്നാണ്. പല ഓട്ടോപ്സി ഫൈൻഡിങ്സുകളും ഉണ്ട്. 8 വയസ്സ് മുതൽ തന്നെ ബ്ലോക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അതുകൊണ്ടാണ് ഈ പിള്ളേർക്ക് ജങ്ക് ഫുഡ് കൊടുക്കാമെന്ന്, വലിയ പേര് ജങ്ക് ഫുഡ് കഴിക്കരുതെന്ന് പറയുന്നത് തിയറി തന്നെ അബദ്ധമാണ്. ലൈഫ് ഹാബിറ്റ്സ് വരേണ്ടത് കുഞ്ഞുങ്ങൾ മുതൽ തന്നെയാണ്. അവരുടെ അടുത്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഡയറ്റ്, ഹെൽത്തി ഫുഡ് ഏതാണ്, നോൺ ഹെൽത്തി ഫുഡ് ഏതാണ്. ആ സമയമാണ് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം. ഓക്കെ, അത് മാറ്റി സംസാരിക്കാം. ഇനി ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാൾ അറിയേണ്ടത് അയാളുടെ പ്രധാനപ്പെട്ട ബ്ലോക്കുകളെല്ലാം മാറിയിട്ടുണ്ടോ എന്നുള്ള, കംപ്ലീറ്റ് റീവാസ്കുലറൈസ് ചെയ്തിട്ടുണ്ടോ. രണ്ടാമത് അറിയേണ്ടത് അയാളുടെ പമ്പിങ് ഫങ്ഷൻ ഗുഡാണോ എന്നുള്ളതാണ്. ഓക്കെ, ഹാർട്ടിൻ്റെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ അയാൾക്ക് നോർമൽ ലൈഫ് ആണ്, നോർമൽ ആക്ടിവിറ്റി ചെയ്യാം. അപ്പോൾ പലരും പറയാറുണ്ട് ഫോൺ വിളിക്കാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ, പിന്നെ ജിമ്മിൽ പോകാൻ പറ്റുമോ, എല്ലാം ചെയ്യാം. ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു പീരീഡ്, ഒരു 2 to 3 വീക്സ് ഇതിനൊരു റിക്കവറിക്കുള്ള പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ബട്ട് ചില റെസ്ട്രിക്ഷൻസ് ആവശ്യമുള്ളത് ഡ്രഗ്സാണ്. ഡ്രഗുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, കൊളസ്ട്രോളിൻ്റെ കുറയ്ക്കുന്നതിനുള്ള സ്റ്റാറ്റിൻ ഗുളികകൾ, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ, ഇതൊക്കെ കാണും. ഒന്നും മുടക്കരുത്. ഇത് മുടങ്ങിയാൽ സ്റ്റെൻറ്റ് അടഞ്ഞു പോകും. സ്റ്റെൻറ്റ് അടഞ്ഞാൽ വീണ്ടും രണ്ടാമത് ഹാർട്ട് അറ്റാക്കായിട്ടോ നെഞ്ചുവേനയായിട്ടോ തിരിച്ചു വരേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. പിന്നീടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, ഡയറ്ററി ഹാബിറ്റ്സ് തുടരണം. പക്ഷേ ഇതൊന്നും അറ്റാക്ക് വന്നതുകൊണ്ടല്ല, ഇതൊക്കെ നേരത്തെ തുടങ്ങേണ്ടതാണ്. അപ്പോൾ അതും ഉണ്ട്. ബന്ധുക്കൾ ചോദിക്കും, സാർ അദ്ദേഹത്തിന് മാത്രം ഇങ്ങനെയുള്ള ഫുഡ് മതിയല്ലോ, ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാമല്ലോ. ഈ നല്ല ഫുഡെന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ലോ സ്റ്റാർച്ച്, ലോ ഫാറ്റ് ഡയറ്റാണ് നല്ല ഫുഡെന്ന് പറയുന്നത്. പക്ഷേ ഇവരുദ്ദേശിക്കുന്ന നല്ല ഫുഡെന്ന് പറയുന്നത് പൊറോട്ടയും അങ്ങനെയുള്ള ബിരിയാണിയൊക്കെയാണ്. അപ്പം അതും പാടില്ല. സത്യത്തിൽ ഒരാൾക്കൊരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫാമിലി തന്നെ ടോട്ടലി മാറേണ്ടതാണ്. ഡയറ്ററി ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും എല്ലാവരും പിന്തുടരണം. അതുപോലെ ഈ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് നോ ടു ആൽക്കഹോൾ, കംപ്ലീറ്റ് നോ ടു റെഡ് മീറ്റ് അങ്ങനെയാണോ പറയുന്നത്, അതോ ഇടയ്ക്കൊക്കെ ആവാം എന്നുള്ളൊരു എക്സ്ക്യൂസ് ഉണ്ട്? ആക്ച്വലി റെക്കമെൻഡേഷൻ വൈസ് കംപ്ലീറ്റ് നോ തന്നെയാണ്. റെക്കമെൻഡേഷൻ വൈസ് ആൽക്കഹോൾ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞില്ല, അതൊരു റിസ്ക് ഫാക്ടറാണ്. അതുകൊണ്ടത് ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നതും കംപ്ലീറ്റ് നോ ടു സം ഫുഡ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മളെല്ലാം മനുഷ്യരില്ലേ, അപ്പം അവർക്ക്
ചിലപ്പോൾ ഒരു ഫംഗ്ഷന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പീസ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കഴിച്ചോളൂ. ഇനി അത് പക്ഷേ എങ്കിൽ പോലും അതൊരിക്കലും ഒരു പുതിയ ഹാബിറ്റിൻ്റെ തുടക്കമാകരുത്. അപ്പോൾ അതിനെ വീണ്ടും പിന്നെ ആ ഹാബിറ്റിലോട്ട് കടന്നു പോയത് അതാണ് ഏറ്റവും നമ്മൾ അങ്ങനെ ഒരു റിലാക്സേഷൻ കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അറ്റാക്കൊന്നും ഉണ്ടാകില്ല. ദാറ്റ് ഈസ് റൈറ്റ്. അത് ഒരു ദിവസം ഒരു അഡ്വഞ്ചർ നമ്മൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മുടെ ലൈഫിന് വലിയ ഇത് ഉണ്ടാകത്തില്ല. ബട്ട് അതൊരു പുതിയ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുന്നതിനുള്ള ഒരു റീസൺ ആവുകയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഒരു ബ്രേക്ക് ചെയ്യാൻ ഒരു ദിവസം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രധാന പ്രോബ്ലം അടുത്ത ഫോളോ അപ്പിന് വരുമ്പം റിലേറ്റീവ്സ് തന്നെ പറയും, അല്ലെങ്കിൽ ബന്ധുക്കൾ പറയും, സാറ് കഴിഞ്ഞ തവണ എന്നെ ഒന്ന് കഴിക്കാൻ പറഞ്ഞല്ലോ, പിന്നെ അതിനുശേഷം പുള്ളിക്കാരൻ ഫുള്ള് ഇപ്പം അങ്ങനെയുള്ള ആഹാര രീതികളിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ ഉറപ്പായിട്ടും ഇത് ബ്രേക്ക് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കണ്ടിന്യൂസ് ആയിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സും ഒക്കെ തുടരുന്നത് തന്നെയായിരിക്കും നല്ലത്. ഡോക്ടർ, അതുപോലെ സൈലൻ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? സൈലൻ്റ് അറ്റാക്ക് ആ പേരിലുള്ളതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് സൈലൻ്റാണ്. ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നിട്ടും എനിക്ക് അറ്റാക്ക് വന്നു എന്നുള്ളത്. പക്ഷേ ഇതിൽ ചില റിയൽ സൈലൻ്റ് അറ്റാക്ക് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിനുള്ള ചില പഠനങ്ങളുണ്ട്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. റിയൽ ഹാർട്ട് സൈലൻ്റ് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം 60% കേസുകളിലും ഇല്ല. ഈ പറയുന്നത് പോലെ അവർക്ക് എന്തെങ്കിലും ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ അവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർ പറയാം, ഒരാഴ്ച മുമ്പ് ഒരു ഗ്യാസിൻ്റെ ശല്യം നെഞ്ചിൽ വന്നായിരുന്നു, ഒരാഴ്ച മുമ്പ് ഞാനൊന്നും ഒന്ന് ട്രക്കിങ്ങിന് പോയപ്പോൾ പകുതി ദൂരം എത്തിയപ്പോൾ എന്നെ കൊണ്ട് പറ്റിയില്ല, ഞാൻ അവിടെ ഇരുന്നു. 3 ആഴ്ച മുമ്പ് ഞാൻ പെട്ടെന്ന് അങ്ങ് വിയർത്ത് കുളിച്ചു, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി, കുഴപ്പമില്ല, എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ അങ്ങ് പോയി. അപ്പം റിയൽ സൈലൻ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് പലരിലും സൈലൻ്റ് അല്ല. അവർക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇൻറ്ററോഗേറ്റ് ചെയ്യുകയാണെങ്കിൽ കാണും. ഓക്കെ. പിന്നെ റിയൽ ആയിട്ടുള്ള സൈലൻ്റ് അറ്റാക്സ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിലും വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുണ്ടാകാനുള്ള റീസൺസ് ചിലപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ള ആളുകളാണെന്ന് വരിക, അവരുടെ നെർവ്സൊക്കെ ഡാമേജ് ആയി കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പെയിൻ അറിയത്തില്ല. ഹാർട്ടിൻ്റെ പെയിൻ നെർവ് വഴിയല്ലേ അറിയുന്നത്. അപ്പോൾ നെർവ് എല്ലാം ഡാമേജ് ആകുമ്പോൾ അധികം പെയിൻ അറിയത്തില്ല. അപ്പോൾ അവർ ഹാർട്ട് ഫെയിലിയറിലോ വേറെ എന്തെങ്കിലും മാസീവായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനുമായിട്ടായിരിക്കാം നമ്മുടെ മുമ്പിൽ വരുന്നത്. ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസുമായിട്ടല്ല, അത് ഒരു സൈലൻ്റ് അറ്റാക്കായിട്ട് എടുക്കാം. വേറൊന്ന് ഓൾഡ് ഏജ് ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നെർവിൻ്റെ ചില ഡിസ്ഫങ്ഷൻസ് കാരണം, അവരുടെ മെമ്മറിയിലുള്ള പ്രശ്നങ്ങൾ കാരണം അവർ ചിലപ്പം അങ്ങനെയുള്ള സിംറ്റംസ് അറിയാതെ പോകാം. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഒഴിച്ചാൽ നല്ലൊരു ഹെൽത്തി പേഴ്സൺ സൈലൻ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് അത് പ്രോബബ്ലി തെറ്റായിരിക്കാം. ബേസിക്കലി ബിക്കോസ് അവർക്കൊരു വാർണിംഗ് ഒരു കൊട്ട് എപ്പോഴോ കിട്ടിയിട്ടുണ്ട്, അത് അബ്സല്യൂട്ട്ലി സൈലൻ്റ് അല്ല, അതിനെ നെഗ്ലക്റ്റ് ചെയ്തതാകാനാണ് സാധ്യത. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ കേരളത്തിൽ പുതിയ ചികിത്സാ സാധ്യതകൾ അല്ലെങ്കിൽ പുതിയ ചികിത്സാ രീതികൾ, ഇപ്പോൾ ഡോക്ടർ വർക്ക് ചെയ്യുന്നത് SK ഹോസ്പിറ്റലിലാണ്, അതുൾപ്പെടെയുള്ള നമുക്ക് തന്നെ അവൈലബിൾ ആയിട്ടുള്ള നൂതനമായ ചികിത്സാ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പം പല രീതിയിലുള്ള മാറ്റങ്ങൾ, എല്ലാ രീതിയിലും ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് വരികയാണെങ്കിൽ കാർഡിയക് റീഹാബിലിറ്റേഷൻ ഒരു പുതിയ ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. കാര്യം പേഷ്യൻസ് നമ്മൾ ഒരാഴ്ച വരുന്നു, ട്രീറ്റ് ചെയ്യുന്നു, ഒരാഴ്ച കഴിഞ്ഞ് വിടുന്നു, അതോടുകൂടി കാര്യം കഴിയുന്നില്ല. അവർക്കതൊരു ബർഡനാണ്, ലൈഫ് ലോങ് ബർഡനാണ് ഈ ഒരു അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അവർ മെൻ്റലി ഫിസിക്കലി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റീഹാബിലിറ്റേഷൻ ഡെഫിനറ്റ്ലി വേണം. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലോട്ട് നമുക്ക് അത് പറയാം. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഈ ആൻജിയോഗ്രാഫിക്കായിട്ട് ഞാൻ പറഞ്ഞു, ആൻജിയോഗ്രാഫി കഴിഞ്ഞിട്ട് ബ്ലോക്ക് നിശ്ചയിച്ചിട്ടാണ് ആൻജിയോപ്ലാസ്റ്റി തീരുമാനിക്കുന്നത്. പക്ഷേ ഒരു ലിമിറ്റേഷൻ ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ പിക്ചറാണ്. അപ്പോൾ നമ്മൾ ഒരാളെ തന്നെ 2 ഡയമെൻഷനിൽ കാണുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ഇമ്പ്രഷൻ ആയിരിക്കില്ല അയാളെ നമ്മൾ മൊത്തത്തിൽ 3 ഡയമെൻഷനിൽ കാണുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ കുറയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, പല സ്ഥലങ്ങളിൽ നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നത് പോലെ പല ആംഗിളിൽ വീഡിയോ ഫോട്ടോസ് എടുക്കും അല്ലേ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി ഇയാൾ എങ്ങനെയുള്ള ആളാണെന്നുള്ളത്. അതുപോലെ തന്നെ ആൻജിയോഗ്രാഫിയിൽ നമ്മൾ പല പ്രൊജക്ഷൻസ് എടുത്തിട്ട് ഫൈനലി നമ്മളൊരു മെൻ്റലി ഒരു 3 ഡയമെൻഷണൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെഷീൻ തരത്തില്ല, നമ്മൾ ഡോക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സർക്കംവെൻറ്റ് ചെയ്യാനായിട്ട്, ആ ഒരു ലിമിറ്റേഷൻ സർക്കംവെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്. ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, ഓപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫി, നിർസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഇമേജിംഗ് ഡിവൈസസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് രക്തക്കുഴലിൻ്റെ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള
ഡയമെൻഷൻസും ലെങ്തും പിന്നെ ഡിസീസിൻ്റെ ഒരു വ്യാപ്തിയും എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ കുറച്ചുകൂടെ ബെറ്ററായിട്ട് മാറുകയും പല പഠനങ്ങളും പറയുന്ന ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ആൻജിയോഗ്രാഫി ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റിയേക്കാളും സുപ്പീരിയർ ആയിരിക്കും. കാര്യം കൂടുതൽ ലോങ് ടൈം റിസൾട്ട്സ് തിരിച്ചു വരുന്നതിനുള്ള സാധ്യതകൾ കുറവ്, കൂടുതൽ നാൾ ആൻജിയോപ്ലാസ്റ്റിയുടെ ഇത് നിലനിൽക്കും. അങ്ങനെയുള്ളത് ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റിയിൽ കൂടുതലാണ്. അതുപോലെ ഡോക്ടർ, ഈ പേസ് മേക്കർ എപ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്? എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ സാധ്യതകൾ? ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് രക്തക്കുഴലുകളുടെ തടസ്സം. അതായത് നമുക്കിപ്പോൾ ഒരു വീട്ടിലെ പ്ലംബിംഗ് വർക്കാണെന്ന് പറയാം. രക്തം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വാട്ടർ കൊണ്ടുപോകുന്ന പൈപ്പ്, അല്ലെങ്കിൽ ബ്ലഡ് കൊണ്ടുപോകുന്ന ഹാർട്ടിൻ്റെ വാട്ടർ എന്ന് പറയുന്ന ബ്ലഡാണല്ലോ. അപ്പോൾ ബ്ലഡ് കൊണ്ടുപോകുന്ന പൈപ്പിലുള്ള അടവിനെയാണ്, ബ്ലോക്കുകളെയാണ്. പേസ് മേക്കർ ഇടേണ്ടി വരുന്നത് ഇലക്ട്രിക്കൽ ഇംബാലൻസ് ആണ്. അത് വീട്ടിലെ കറണ്ട് ഇല്ലാത്ത അവസ്ഥയാണ് പിന്നെ പേസ് മേക്കർ. അപ്പോൾ രണ്ടും ഒരു ബന്ധവുമില്ല, രണ്ട് സിസ്റ്റമാണ്. ഒന്നൊരു ഇലക്ട്രിക്കൽ സിസ്റ്റമാണ്, മറ്റത് പ്ലംബിംഗ് വർക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഹൃദയമിടിപ്പിൻ്റെ വേരിയേഷൻസ് വളരെ കുറഞ്ഞു വരുന്നു. ഹൃദയമിടിപ്പ് ഒരു പർട്ടിക്കുലർ ലെവലിനായിട്ട് താഴെ വരുന്നു. അത് കാരണം സിംറ്റംസ് ഉണ്ടാകുന്നു. എന്താണ് ഇതിലെ സിംറ്റം എന്ന് പറയുന്നത്? ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ബ്രെയിനിലോട്ട് ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് പോകില്ല. അപ്പോൾ 60 പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നതിന് പകരം ഇത് 30 പ്രാവശ്യമോ 20 പ്രാവശ്യമോ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബീറ്റ് വരുന്നത്. 5 സെക്കൻഡൊക്കെ ഹാർട്ട് വെറുതെ ഇരുന്നിട്ടായിരിക്കും അടുത്ത ബീറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്രെയിനിലോട്ട് ബ്ലഡ് ഫ്ലോ സഫീഷ്യൻ്റ് അല്ലാതാകുമ്പോൾ നമുക്ക് തലകറക്കം, ഗിഡിനെസ്, വന്ന് തലകറങ്ങി വീഴുക, അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാകാം. അപ്പോൾ അവർക്കാണ് ഈ പേസ് മേക്കർ ഇടുന്നത്. അവർക്ക് ഹൃദയമിടിപ്പ് 60-ന് മുകളിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേസ് മേക്കർ ഇടുന്നത്. അതായത് സ്വന്തമായിട്ടുള്ള ഇലക്ട്രിക്കൽ ജനറേറ്റർ ഹൃദയമിടിപ്പ് പ്രൊഡിക്ഷൻ കുറയ്ക്കുമ്പോഴേക്കും അതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി എക്സ്ട്രേനിയസ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ഇടുന്നതാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ഫെയിലിയറും, ഹാർട്ട് അറ്റാക്ക് ലീഡ്സ് ടു ഹാർട്ട് ഫെയിലിയർ എന്നാണോ? എന്താണ് അത്? ഹൃദയാഘാതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആഘാതം, ആക്സിഡൻറ്റ് എന്ന് വെച്ചാൽ ഇന്നലെ വരെ നോർമലായിട്ടുള്ള ഒരാൾക്ക് ഇന്ന് പെട്ടെന്ന് രക്തക്കുഴലിൽ തടസ്സം വന്നു നെഞ്ചുവേദന വരുന്നു. അതിനെയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പെട്ടെന്ന് വരുന്ന ഒരു സംഭവമാണ്. ഹൃദയാഘാതം കാരണമോ അല്ലാതെ വേറെ എന്തെങ്കിലും കാരണമോ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറയുകയും അതിൽ നിന്ന് ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ബാക്കിയുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തതിനെയാണ് ഹൃദയത്തിൻ്റെ പരാജയം അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹൃദയാഘാതം സത്യത്തിൽ നമ്മൾ ഈ പറഞ്ഞല്ലോ ടൈം ബൗണ്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു 1.5 മണിക്കൂറിനുള്ളിൽ ഹൃദയാഘാതം മേജർ അറ്റാക്കുകളിൽ 1.5 മണിക്കൂറിനുള്ളിൽ ആൻജിയോപ്ലാസ്റ്റി തീർത്തിരിക്കണം ഹോസ്പിറ്റലിൽ. ഇത് ലോകാകമാനമുള്ള റെക്കമെൻഡേഷനാണ്. അപ്പോൾ അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ലാക്സിറ്റി ഉണ്ടാകാൻ പാടില്ല. എല്ലാ ഹോസ്പിറ്റലിലും അതിനുള്ള പ്രോട്ടോക്കോൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എന്തിനാ അത് ചെയ്യുന്നത്? ഫ്യൂച്ചറിൽ ഹാർട്ട് ഫെയിലിയർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് താമസിക്കും തോറും പമ്പിങ് കുറയും. പമ്പിങ് കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾ 5 വർഷം കഴിയുമ്പോൾ ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകും. അപ്പോൾ ഹൃദയ പരാജയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൃദയാഘാതം വരുമ്പോൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, അതുപോലെ ഈ നമ്മൾ ഈ ബ്ലോക്കിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ശരിക്കും ഈ കാൽസ്യമാണോ ഈ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കാൽസ്യവും ഈ ഹൃദയത്തിലെ ബ്ലോക്കുകൾ തമ്മിൽ ശരിക്കും ബന്ധമുണ്ടോ? നമ്മൾ പറയും കൊളസ്ട്രോൾ അടിഞ്ഞിട്ടാണ് രക്തക്കുഴലിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ലിപ്പിഡിക് പ്ലാക്ക് എന്ന് പറയും. ലിപ്പിഡാണ് കേട്ടോ, വളരെ സ്മൂത്താണ്, ഐസ് കട്ട പോലെ ഇരിക്കും. കൊളസ്ട്രോളാണ് നമ്മൾ തൊടുമ്പോൾ തന്നെ വഴങ്ങി മാറിത്തരുന്ന ബ്ലോക്കുകളുണ്ട്. അതാണ് വളരെ സോഫ്റ്റ് ബ്ലോക്കുകളായിരിക്കും. ചില ബ്ലോക്കുകൾ ഫൈബ്രോട്ടിക് എന്ന് പറയും, റബ്ബർ ബാൻഡ് പോലെ ഇരിക്കും. നമ്മൾ ബലൂൺ വെച്ച് വികസിക്കുമ്പോൾ ഇത് വലുതാകും, ബലൂൺ വിടുമ്പോഴത്തേക്ക് തിരിച്ച് പഴയ ഭയങ്കര ഇലാസ്റ്റിക് ആയിരിക്കും കേട്ടോ. അതിന് ബ്രേക്ക് ചെയ്യുന്നതിനുള്ള വേറെ ഡിവൈസ് ഉണ്ട്. റബ്ബർ ബാൻഡിനെ പൊട്ടിച്ച് കളയണം. അപ്പം എന്നാലേ ആ റിസൾട്ട് കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതിന് ഫൈബ്രോട്ടിക് ലീഷൻ എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ ബ്ലോക്കാണ് ഏറ്റവും പ്രശ്നം, കാൽഷ്യമുള്ള ബ്ലോക്കുകൾ, കാൽസിഫൈഡ് ബ്ലോക്കുകൾ. അതായത് പ്രയാസകരമാണ്, അതിൽ മാറ്റാനായിട്ട് പ്രയാസകരമാണ്. അപ്പോൾ കാൽസിഫൈഡ് ലീഷൻസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. സത്യത്തിൽ ഇത് മൂന്നും മനസ്സിലാക്കണമെങ്കിൽ ഇമേജ് ഗൈഡഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൻജിയോഗ്രാഫിയിൽ ഇത് കണ്ടാൽ മൂന്നും ഒരുപോലെ ഇരിക്കും. ബ്ലോക്ക് എന്ന് മാത്രമേ അറിയുള്ളൂ, കാൽഷ്യം കാണത്തുകൂടിയില്ല. നമ്മൾ ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴാണ് ഇത് ഫൈബ്രോട്ടിക് ആണോ, നമ്മൾ ലിപ്പിഡാണോ അതോ കാൽഷ്യമാണോ എന്ന് മനസ്സിലാകുന്നത്. മൂന്നിനും 3 രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഒരിക്കലും പറഞ്ഞ ഇതൊന്ന് മനസ്സിലായി കാണുമല്ലോ. മൂന്നും ഒരു സാധനം വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഈ ലൈപ്പിഡിക് പ്ലാക്ക് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, സ്റ്റെൻറ്റ് മാത്രം കൊണ്ടിട്ടാൽ മതി. സ്റ്റെൻറ്റിൻ്റെ പ്രഷറിൽ തന്നെ അതങ്ങ് വഴി മാറി തന്നോളും. മനസ്സിലായില്ലേ?
അതിൻ്റെ ഫൈബ്രോട്ടിക് ആണെങ്കിൽ നമ്മൾ കട്ടിംഗ് ബലൂൺ എന്നൊക്കെ പറയുന്ന ചില ഡിവൈസുകളുണ്ട്, ബ്ലേഡ് പോലുള്ള ഡിവൈസുകൾ. അത് പോയി അതിൽ കട്ട് ചെയ്യണം, റബ്ബർ ബാൻഡ് പൊട്ടിച്ച് കളയുന്നത് പോലെ. ഓക്കെ. മൂന്നാമത്തെ കാൽസിഫൈഡ് ലീഷൻസ് ആണ്. ഇതാണ് ഏറ്റവും പ്രശ്നകാരി. ഒരിക്കലും വഴങ്ങി തരത്തില്ല കാൽസിഫൈഡ് ലീഷൻസ്. അത് നമ്മൾ ഒന്നുകിൽ അതിനെ അബ്ലേറ്റ് ചെയ്ത് കളയണം, അതായത് ചുരണ്ടി കളയുക. നമ്മൾ പഴയ ഈ പിച്ചാത്തിയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ കത്തിയില്ലേ, കത്തി നമ്മൾ ഷാർപ്പൻ ചെയ്യത്തില്ല, മൂർച്ച കൂട്ടുന്നത് പോലെ നമ്മൾ വേറൊരു ഡിവൈസ് വെച്ചിട്ട് അതിനെ അബ്ലേറ്റ് ചെയ്ത് അത് പെട്ടെന്ന് നടക്കില്ല. അബ്ലേഷൻ എന്ന് പറയുന്ന ഒരു സമയം കൊണ്ട് കാൽഷ്യത്തിനെ ഇങ്ങനെ പ്രതലം മിനുസമാക്കുന്നത് പോലെ നമ്മൾ ഈ പാറക്കല്ലിലൊക്കെ ഒരച്ച് ആശാരിമാരൊക്കെ വീട് പണി ചെയ്യുമ്പോൾ ഒരച്ച് മൃദുലമാക്കി മാറ്റില്ലേ, അപ്പോൾ അതുപോലൊരു പ്രോസസ്സിലൂടെ അതിനെ പറ്റുന്നിടത്തോളം അതിനെ അബ്ലേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണം അതിനെ ബ്രേക്ക് ചെയ്ത് സ്റ്റെൻറ്റ് ഇടാനായിട്ട്. അല്ലാതെ നമ്മളവിടെ സ്റ്റെൻറ്റ് ഇടുകയാണെങ്കിൽ സ്റ്റെൻറ്റ് ഫെയില്യൂർ റേറ്റ്സ് കൂടുതലാണ്. രണ്ടാമത് സ്റ്റെൻറ്റ് അടഞ്ഞ് തിരിച്ചു വരും. ഞാനെപ്പോഴും പറയും, പ്രതലത്തിൽ നമ്മൾ ടൈല് പാകുന്നതിന് മുമ്പ് ഒരു കല്ലിങ്ങനെ നിൽക്കുകയാണ്, അതിന് മുകളിൽ കൊണ്ട് ടൈലിട്ടാൽ എങ്ങനെ ഇരിക്കും? കുറച്ച് കഴിയുമ്പോൾ ആ ടൈല് പൊട്ടിപ്പോവും. അതുപോലെയാണ്. അപ്പോൾ അതിനെ ആ പ്രതലവുമായിട്ട് ഒരേ ലൈനിലാക്കി എടുത്തതിന് ശേഷം മാത്രമേ അവിടെ ടൈല് പാകാൻ പാടുള്ളൂ. അവരും സയൻസാണ് ചെയ്യുന്നത്. അവർ നമ്മുടെ ആശാരിമാരൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ മേശരിമാരൊക്കെ ഇല്ലേ, അവരൊക്കെ സയൻസാണ് ചെയ്യുന്നത്. അവരതിനെ പ്രതലത്തിന് സ്മൂത്തറാക്കി മാറ്റിയിട്ടേ ടൈലിടുകയുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ഒരു കാർഡിയോളജിസ്റ്റിന് ഈ കാൽഷ്യത്തിനെ മാറ്റാതെ ഒരു സ്റ്റെൻറ്റ് കൊണ്ട് അവിടെ പാകാൻ പാടില്ല. ഇട്ടിട്ടും കാര്യമില്ല, അയാൾ ഒരു 6 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കാൽഷ്യമുള്ള ഏരിയകളിൽ സ്റ്റെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, അതുപോലെ നമ്മൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് കാൽസ്യം വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ പുറത്തുനിന്ന് നമ്മൾ എടുക്കുന്ന പ്രൊലോങ്ഡ് ടേമിൽ എടുക്കുന്ന കാൽസ്യം ഗുളികകൾ അപ്പോൾ വില്ലനാവാറുണ്ട്? ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ബോഡിയിൽ എന്തുകൊണ്ടാണ് ഈ രക്തക്കുഴലുകളിൽ കാൽഷ്യം ഉണ്ടാകുന്നതെന്നുള്ള ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാൽഷ്യം എന്ന് പറയുന്നത് ബോഡി ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു വസ്തു ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ബോഡി അവിടെ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യും. അത് ബോഡിയിൽ കാൽഷ്യം നമ്മൾ കൂടുതൽ കൊടുത്തിട്ടല്ല, ബോഡിയുടെ ബോഡി കൊണ്ട് അവിടെ കാൽഷ്യം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ബോഡിക്ക് നോക്കുമ്പോൾ അവിടെ വരുന്ന കൊളസ്ട്രോൾ അടിഞ്ഞ് വരുന്ന പ്രക്രിയകൾ ഒരു നല്ല മാറ്റമായിട്ട് തോന്നില്ല. അപ്പോൾ അതിനെ ഒന്ന് ഹോൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ സെല്ലുകളെ ഡെത്താകാനോ വേണ്ടിയിട്ടാണ് കാൽഷ്യം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കാൽഷ്യമുള്ള ബ്ലോക്കുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇതേ ഉള്ളൂ, ഇപ്പോഴാണ് അറ്റാക്ക് വന്നെങ്കിലും ഈ പ്രോസസ്സ് തുടങ്ങിയിരിക്കുന്ന 10-30 വർഷമെങ്കിലും ആയിട്ടുണ്ടെന്നുള്ള. വളരെ വർഷങ്ങളായിട്ട് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്ത് ബോഡി അതിനെ തിരിച്ചറിഞ്ഞ് ചെറിയ ചെറിയ കാൽഷ്യം ഡെപ്പോസിറ്റ് അവിടെ ചെയ്ത് ഫൈനലി അതൊരു കുന്നുപോലെ ഒരു കാൽഷ്യം മലയായിട്ട് മാറി. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇത് മാറ്റാൻ പോവുകയാണെങ്കിലും ഇത് 30 ദിവസത്തെ പ്രക്രിയയാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ കാൽസിഫൈഡ് ലീഷൻസ് ഹാർഡ് ആൻഡ് ടഫ് എന്നൊക്കെ പറയുന്നത്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കാനുള്ള 2 ചോദ്യങ്ങൾ. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണ്. നമ്മുടെ മുന്നിൽ ഒരാൾ പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുന്നു, ഹാർട്ട് ഫെയിലിയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഒരു അവയർനെസ് എന്ന നിലയ്ക്ക് എന്നെ ചോദിക്കട്ടെ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2 കാര്യങ്ങൾ എപ്പോഴും സാധാരണ കോമൺ ആളുകൾ ചെയ്യുന്നത് എന്താണെന്നുള്ള നേരത്തെ നമ്മൾ പറഞ്ഞു. എണീപ്പിക്കാൻ നോക്കുക, വെള്ളം കൊടുക്കുക. ഒരു കാരണവശാലും ചെയ്യരുത്, അത് ചെയ്യാതിരിക്കുക. ഓക്കെ. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഇത് മാറ്റി വെച്ചിട്ട്. ഒന്ന്, അയാളൊന്ന് വിളിച്ചുണർത്താനായിട്ട് നോക്കുക. എണീക്കോ എന്ന് എന്തെങ്കിലും വിളിച്ച് പറയാനായിട്ട് നോക്കുക. അയാൾ എണീക്കുന്നില്ല. പൾസ് നമുക്ക് എല്ലാവർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. പൾസ് പിടിച്ച് നോക്കാനായിട്ട് ഒരുമാതിരിയുള്ള, എസ്പെഷ്യലി ഇന്നത്തെ സ്മാർട്ടായിട്ടുള്ള പോപ്പുലേഷൻ എല്ലാം പഠിക്കാൻ പറ്റും. അവരെല്ലാം സ്കൂളിൽ നിന്നൊക്കെ തന്നെ പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ പൾസ് ഒന്ന് നോക്കുക. പൾസ് കിട്ടുന്നില്ല, ഇയാളെ വേക്കപ്പ് ചെയ്യാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണർത്താനും പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കാർഡിയക് മസാജ് തുടങ്ങുക. കാർഡിയക് മസാജ് CPR എന്ന് പറയും. അത് ഒരു പ്രോഗ്രാമാണ്. പണ്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഹോസ്പിറ്റലിനകത്താണ് ഈ കാർഡിയക് മസാജുകൾ ചെയ്തത്. പക്ഷേ പിന്നീട് അറിഞ്ഞത് 70% മരണവും ഇങ്ങനെയുള്ള കുഴഞ്ഞു വീണ് മരിക്കുന്നത് കൂടുതലായിട്ടും നടക്കുന്നത് 70% നടക്കുന്നത് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിന് വെളിയിലാണ്. അപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കേണ്ടത് നമുക്ക് ചുറ്റുമുള്ള നമ്മൾ അവിടെ ഒരു ഗ്രൂപ്പിൽ ഉള്ള ആർക്ക് വേണമെങ്കിലും കാർഡിയക് മസാജ് തുടങ്ങാവുന്നതാണ്. അതിന് പ്രത്യേക പ്രോട്ടോകോളുണ്ട്, അത് പഠിച്ചെടുക്കണം. ആർക്കും ഒരു യങ്ങറായിട്ടുള്ള, ഒരു ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ യങ്ങറല്ല, ഒരു
ഒരു സെൻസിബിളായിട്ടുള്ള ഒരു ആൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, എത്ര ഓൾഡ് ആണെങ്കിൽ പോലും. അതിനൊരു പ്രത്യേക പ്രോട്ടോക്കോളുണ്ട്. ഏകദേശം ഒരു 100-120 കംപ്രഷൻസ് കൊടുക്കണം ഒരു മിനിറ്റിൽ. 30 കംപ്രഷൻ കഴിഞ്ഞാൽ റെസ്ക്യൂ ബ്രീത്തിങ് ചെയ്യണമെന്നാണ്. പക്ഷേ ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വെളിയിലുള്ള സമയത്ത് നമുക്കതൊരു പ്രായോഗികമല്ല റെസ്ക്യൂ ബ്രീത്തിങ്, മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ കൂടുതൽ CPR എങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നോ ബ്രീത്തിങ് കാർഡിയക് പൾമണറി റെസിറ്റേഷൻ, അതായത് കാർഡിയക് മസാജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ബ്രെയിനിലെ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം ഇതിൻ്റെ. അതിനൊരു പലരെയും അവയർനെസ്, ഇപ്പോൾ SK ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഞങ്ങൾ ഓരോ മാസത്തിലും അവിടെയുള്ള പേഷ്യൻസിനെയും അവരുടെ റിലേറ്റീവ്സിനെയും നമ്മൾ കാർഡിയക് മസാജ് പഠിപ്പിച്ച് വിടാറുണ്ട്. ഓക്കെ, വേൾഡ് ഹാർട്ട് ഡേ പ്രോഗ്രാമിൽ അതൊരു പ്രോഗ്രാമായിട്ട് എടുക്കാറുണ്ട്. ചില കാർഡിയക് അസോസിയേഷൻസ് പല സ്കൂളുകളിലും അല്ലെങ്കിൽ ചില പബ്ലിക് ഏരിയകളിൽ പോലീസ് ഓഫീസേഴ്സ് അവരൊക്കെയാണല്ലോ ചിലപ്പോൾ ഒരു സൈറ്റിലുണ്ടാവുക. അപ്പോൾ ഇവരെല്ലാം പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാരലായിട്ടുള്ള ഒരു പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇപ്പം എങ്കിലും നമ്മുടെയൊക്കെ ഒരു ലൈഫിൽ ഇങ്ങനെ രക്ഷപ്പെട്ടു പോയ ആളുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഒരു 5 വർഷം മുമ്പ് ഒരു ടെന്നീസ് ക്ലബ്ബിൽ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറും അയാളുടെ ഫ്രണ്ടുമായിട്ട് ഈ ഫ്രണ്ട് കുഴഞ്ഞു വീഴുന്നു. അപ്പം ഈ ഡോക്ടറായതുകൊണ്ടായിരിക്കാം അയാൾ ചെയ്തത്, പക്ഷേ അതൊരു പബ്ലിക്കിനും ചെയ്യാവുന്നതേ ഉള്ളൂ. കാർഡിയക് മസാജ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. ആംബുലൻസ് വരുത്തി വേറെ ആളുകൾ ഇവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. 15 മിനിറ്റോളം കാർഡിയക് മസാജ് ഇതെല്ലാം കൊണ്ടുവരുന്നതിനുള്ള സമയമുണ്ടല്ലോ, പക്ഷേ പുള്ളിക്കാരെ നിർത്തിയില്ല. ആംബുലൻസിൽ കയറ്റുമ്പം പോലും കാർഡിയക് മസാജ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു. അത് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ കാർഡിയക് മസാജ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള അറ്റൻഡൻറ്റ് കാർഡിയക് മസാജ് തുടങ്ങുന്നത് വരെ പുള്ളി അത് നിർത്താതെ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ടയറിങ് ജോബാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ നോക്കിയപ്പോൾ അതൊരു വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ എന്ന് പറയും, ഹൃദയമിടിപ്പിൻ്റെ ഒരു വേരിയേഷനാണ്. അവരൊരു ഷോക്ക് കൊടുത്തു, വെൻറ്റിലേറ്ററിലായിരുന്നു. 5ാമത്തെ ദിവസം പേഷ്യൻ്റ് ഡിസ്ചാർജായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതൊരു 42 വയസ്സുള്ള ഒരു മനുഷ്യന്, പിന്നെ വേറെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ വേണ്ടി വന്നു, സ്വാഭാവികം. പക്ഷേ ജീവനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കുഴഞ്ഞു വീഴുന്ന ഒരു ജീവൻ പറന്നു പോകുമ്പോൾ ചാടിയൊന്ന് പിടിച്ചാൽ നമുക്കും കിട്ടും കേട്ടോ. ഡോക്ടർ, അതുപോലെ നിങ്ങൾ ഹൃദയത്തിൻ്റെ ഹെൽത്തിന് വേണ്ടി നിശ്ചയമായും ചെയ്തിരിക്കണം എന്ന് ഡോക്ടറിന് തോന്നുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ലതാണ് നിങ്ങളിത് ചെയ്താലെന്ന് തോന്നുന്ന കുറച്ച് ഹാബിറ്റ്സ് പറയാമോ? ഒന്ന് ഡയറ്ററി ഹാബിറ്റ്സാണ്. ഓഫ് കോഴ്സ് ഡയറ്ററി ഹാബിറ്റ്സ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരാളല്ല ചേഞ്ച് ചെയ്യേണ്ടത്, വീട്ടിൽ തന്നെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അത് നമ്മൾ പറയുന്ന നല്ല ഫുഡ് എന്ന് പറയുന്നത്, നമുക്ക് നല്ല ഫുഡെന്ന് പറയുന്നത് ബിരിയാണി, പൊറോട്ട അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റണം. ഗുഡ് ഫുഡ് ബാഡ് ഫുഡ് ഏതാണെന്ന് നമ്മൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും, ഗുഡ് ഫുഡ് ഏതാണ് ബാഡ് ഫുഡ് ഏതാണെന്ന്. അപ്പോൾ നമ്മൾ തന്നെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് പഠിപ്പിക്കാം. സത്യത്തിൽ കുട്ടികളെ നമ്മൾ ചതിക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ അവർക്ക് ചോക്ലേറ്റും പിന്നെ ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു, കഴിച്ചോളൂ. എന്നിട്ട് അവരുടെ ടേസ്റ്റ് ബഡ്സ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പാകപ്പെടുത്തി എടുത്തിട്ട് 40 വയസ്സാകുമ്പോൾ അവരോട് പറയും നിങ്ങൾ കഴിച്ചതൊക്കെ മോശമാണ്, നിങ്ങളിങ്ങനെ എന്തിനാണ് കഴിക്കാൻ പോയേ, അപ്പോൾ അത് മാറ്റണമെന്ന് പറയുന്നതിൽ നല്ലത് അവരുടെ ടേസ്റ്റ് ബഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഗുഡ് ഫുഡ്സ് നമ്മൾ വിചാരിക്കുന്നത് ഈ സമയത്തല്ലേ അവർക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അല്ല, അത് നമ്മൾ അതിന് ഗുഡായിട്ട് കാണുന്നത് കൊണ്ടാണ്. നമ്മളൊരു മോശം കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുമോ? ഇല്ല. അവർ പോയി നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു മോശം കാര്യം, നിങ്ങളിപ്പം കുഞ്ഞുങ്ങളല്ലേ വേറെ എന്തെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് പറയില്ലല്ലോ. നമ്മൾ ഗുഡ് ഹാബിറ്റ്സ് അവരെ പഠിപ്പിക്കേണ്ടത് ചെറിയ പ്രായത്തിൽ തന്നെയാണ്. അവരോട് സാലഡ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുക, ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്താണെന്ന് പറയുക, ഫിഷോ ചിക്കനോ എടുക്കാമെന്ന് പറയുക. പക്ഷേ ഗ്രില്ല് ചെയ്ത് കഴിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും മോശം ഫുഡെന്ന് പറയുന്നത് നമുക്ക് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡെന്ന് ഒരു രീതിയിലുമല്ല. നമുക്ക് ഫിഷ് എടുക്കാം, ചിക്കൻ എടുക്കാം, വെജിറ്റബിൾസ് എടുക്കാം, സാലഡ്സൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. പിന്നെ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എടുക്കാം, പിന്നെ സ്റ്റാർച്ചിൻ്റെ അളവൊന്ന് കുറയ്ക്കാം. ആൻഡ് പല രീതിയിലുള്ള സ്റ്റാർച്ചസ് അവൈലബിൾ ആണ്. കോസ്റ്റ്ലി ആകണമെന്നൊന്നും നിർബന്ധമില്ല. ഫാറ്റ് എടുക്കാം, പക്ഷേ നല്ല ഫാറ്റിൽ ഏതിലാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഒരു സമീകൃത ആഹാരം അവരെ ഒന്ന് പഠിപ്പിച്ച് വിട്ടുള്ളൂ. അവർ അടുത്ത ജനറേഷനല്ലേ, അവർ ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയിക്കോളും. പിന്നീട് ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു രണ്ടാമത്തെ കാരണം ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. പഠിത്തം എന്ന് പറഞ്ഞ കുട്ടികളെ വീടിനകത്ത് തന്നെ പിടിച്ചിരുത്താതെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരു 30 മിനിറ്റോ 1 മണിക്കൂർ അവരെ കളിക്കാൻ വിടുക. ഒരു കൂട്ടുകാരുമായിട്ട് അവരുടെ ലൈഫ് പോസിറ്റീവായിരിക്കും, കളിക്കാൻ വിടുക. പിന്നെ ബാക്കിയുള്ള പഠിത്തമൊക്കെ മതി. പഠിച്ചു കഴിഞ്ഞാലും അവർ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും. ഇൻഫാക്റ്റ് ഒരു നല്ല എത്ര പഠിച്ചാലും സമൂഹമായിട്ട് ബന്ധപ്പെടാത്ത ഒരാൾ
പ്രത്യേകിച്ച് പല പ്രൊഫഷനുകൾ ഇന്നത്തെ കാലത്ത് സമൂഹമായിട്ട് ബന്ധപ്പെടാത്ത പ്രൊഫഷൻ വളരെ ചുരുക്കമേ കാണില്ല. എല്ലാ പ്രൊഫഷനിലും സമൂഹമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള അവസരങ്ങൾ അതൊക്കെ കൂടുതലായിട്ട് ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഒരു പോസിറ്റിവിറ്റി അവർക്ക് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി അവരും നമ്മൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് നടക്കാൻ പോവുക, അല്ലെങ്കിൽ കുട്ടികളെ കളിക്കാൻ എടുക്കാൻ നമ്മൾ നടക്കാൻ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഒരു സ്വായത്തമാക്കുക. നമ്മളുടെ ഒരു ഹാബിറ്റ് അവരിലോട്ട് മാറ്റാതിരിക്കാൻ നോക്കുക. എസ്പെഷ്യലി പാരൻ്റൽ സ്മോക്കിംഗ് വളരെ ഇൻഫ്ലുവൻസ് ആണ് കുഞ്ഞുങ്ങളിൽ, അത് വളരെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് വലിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അത് നിർത്തുക. ഹാബിച്വലായിട്ടുള്ള ആൽക്കഹോൾ അത് മാറ്റുക, അത് അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊരു അടുത്ത ജനറേഷൻ ബെറ്റർ ആകുമ്പോഴേക്കും ഓവറോൾ ഹെൽത്ത് ഓഫ് ദ സൊസൈറ്റി ഡെഫിനറ്റ്ലി വിൽ ഇമ്പ്രൂവ് കേട്ടോ. ഡോക്ടർ, നമ്മൾ ഈ പേസ് മേക്കറിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ ശരിക്കും അതിലെ പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? അതിൻ്റെ ഒരു എവിടെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഡോക്ടർ നമ്മൾ ഈ പേസ് മേക്കറിനെ പറ്റി സംസാരിച്ചല്ലോ. അപ്പോൾ അതിനൊരു ന്യൂ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ശരിക്കും? പേസ് മേക്കർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, ഹൃദയമിടിപ്പ് കുറയുന്ന ഒരു കാരണമായിട്ട് കുറയുക, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് പേസ് മേക്കർ, ഇലക്ട്രിക്കൽ സപ്പോർട്ട് ടു ദ ഹാർട്ട് അല്ലേ. അപ്പം നമ്മൾ പണ്ട് എന്താ ചെയ്തിരുന്നത്, ഹാർട്ടിൻ്റെ പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സ്ട്രക്ചറാണ് കേട്ടോ. വളരെ മില്ലിമീറ്റർ മാത്രം സൈസിലുള്ള റൈറ്റ് ആട്രിയത്തിൻ്റെ ഒരു സൈഡിലിരിക്കുന്ന ഒരു നോഡ്, അതാണ് ഗോഡ് തന്നിട്ടുള്ള പേസ് മേക്കർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇടുമ്പോഴുള്ള പേസ് മേക്കർ എന്ന് പറയുന്നത് ഏകദേശം ഒരു നല്ല ഒരു 20 മില്ലിമീറ്റർ അല്ലെങ്കിൽ 20 അല്ല, ഒരു 30 മില്ലിമീറ്റർ 40 മില്ലിമീറ്റർ സൈസിലുള്ള 3-4 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു ഡിവൈസാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ നമ്മളൊരു പോക്കറ്റ് ഉണ്ടാക്കിയിട്ട്, അതായത് മസിലിന് മുകളിലായിട്ട് ഫാറ്റിന് താഴെയായിട്ട് ഒരു കീശ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് കടത്തി വെച്ചിട്ട്, പിന്നെ അത് കഴിഞ്ഞ് 2 ലീഡുകൾ കാണും. അതായത് വയർ ഹാർട്ടിനുമായിട്ട് ഘടിപ്പിക്കണമല്ലോ, അത് രക്തക്കുഴൽ വഴിയാണ് പോകുന്നത്. വെയിൻ, കയ്യിൽ നിന്ന് വരുന്ന അശുദ്ധ രക്തവാഹിനിയായിട്ടുള്ള സിരകൾ വഴി നമ്മൾ ഹാർട്ടിലോട്ട് റൈറ്റ് ആട്രിയം മുകളിലുള്ള അറ, റൈറ്റ് വെൻട്രിക്കിൾ താഴെയുള്ള അറ ഘടിപ്പിച്ചിട്ട് വരുന്നതിനെയാണ് നമ്മൾ സാധാരണയുള്ള കൺവെൻഷണൽ പേസ് മേക്കർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ട് പേഷ്യൻസിന്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇവിടെ എപ്പോഴും ഒരു ഡിവൈസ് ഇരിക്കും. പിന്നെ ഇത് ആദ്യത്തെ ഒരു 6 ആഴ്ചയിൽ കൈയുടെ മൊബിലൈസേഷൻ പാടില്ല, കാര്യം ഇത് ഇളകി വരാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് ഘടിപ്പിച്ചിരിക്കുകയാണ് ഹാർട്ടിനുള്ളിൽ, അത് അവിടെ ഒരു നല്ലൊരു ട്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങ് തിരിച്ച് ഇളകി വരും. പിന്നെ പേസ് മേക്കർ സൈറ്റ് ഇൻഫെക്ഷൻ, അതൊരു വളരെ മോശം കോംപ്ലിക്കേഷനാണ്. അവിടെ എന്തെങ്കിലും അണുബാധ വന്നു കഴിഞ്ഞാൽ പേസ് മേക്കർ ഫുൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ആ സൈറ്റ് അവിടെ എല്ലാം ബാക്ടീരിയ കോളനൈസ് ചെയ്തിരിക്കും. നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ പോക്കറ്റ് തന്നെ മാറ്റി ചിലപ്പോൾ വേറെ സ്ഥലത്ത് എടുക്കുകയോ പേസ് മേക്കർ ഫുള്ളായിട്ട് എടുത്ത് മാറ്റേണ്ടി വരികയൊക്കെ ചെയ്യാം. ഇപ്പോൾ പുതുതായിട്ടുള്ള ചില ഡിവൈസുകൾ വന്നിട്ടുണ്ട്, ലീഡ്ലെസ് പേസ് മേക്കേഴ്സ് എന്ന് പറയും. അതായത് ലീഡില്ല. ഇത് ഹാർട്ടിൻ്റെ ദൈവം തന്ന പേസ് മേക്കറിൻ്റെ അത്ര ചെറുതല്ല എങ്കിലും ഇതൊരു 10 മില്ലിമീറ്ററൊക്കെയുള്ള 1 സെൻറ്റിമീറ്ററിന് സാധ്യതയുള്ള ഒരു ക്യാപ്സ്യൂളിൻ്റെ അത്രയേ കാണുള്ളൂ. അത് നമുക്ക് റൈറ്റ് കാലിലുള്ള വെയിൻ വഴി നമുക്കൊരു ട്യൂബ് വെച്ച് ഹാർട്ടിനുള്ളിൽ ഘടിപ്പിച്ചിട്ടെങ്കിൽ തിരിച്ചു വരാം. അപ്പോൾ അതിൽ വേറെ വെളിയിലൊന്നുമില്ല. ഒരു ബാറ്ററിയും എല്ലാ സാധനങ്ങളും ആ ഒരു ക്യാപ്സ്യൂളിനകത്ത് തന്നെ ഉണ്ട്. അപ്പം പേസ് മേക്കർ ഇൻഡക്ഷനും ഹാർട്ട് റേറ്റ് കൂട്ടുന്നതിനുള്ള വിധങ്ങളെല്ലാം അത് തന്നെ ചെയ്തോളൂ. വയർലെസ് പേസ് മേക്കറാണ്. ഇവിടെ വേറെ പോക്കറ്റില്ല. ഒരു ക്യാപ്സ്യൂൾ ഡിവൈസ് ഹാർട്ടിനുള്ളിൽ കാണും എന്നുള്ളത്. ഫിറ്റിങ്സ് ഒന്നുമില്ല. പിറ്റേന്ന് തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യാമെന്നുള്ള സുഖം. പേഷ്യൻറ്റിന് ഇമ്മൊബിലൈസേഷൻ വേണ്ട. ഇൻഫെക്ഷൻ ഇല്ല, കാര്യം വേറെ മുറിവുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഫെക്ഷനുള്ള സാധ്യതകളില്ല. ഇതൊക്കെയാണ് അതിൻ്റെ വളരെ വലിയ അഡ്വാൻറ്റേജുകളാണ്. ഡിസഡ്വാൻറ്റേജ് കോസ്റ്റാണ്. കോസ്റ്റ് സാധാരണയുള്ളൊരു പേസ് മേക്കറിൻ്റെ ഒരു 6 മടങ്ങ് കോസ്റ്റ് ഇങ്ങനെയുള്ള പേസ് മേക്കേഴ്സിന് വരും. അത് ഒരു ചലഞ്ചാണ്. പോസിബിളി കാലക്രമേണ എല്ലാ ഡിവൈസുകളും കാലക്രമേണ പ്രൈസ് കുറഞ്ഞു വരുന്നത് പോലെ ഇങ്ങനെയുള്ള ലീഡ്ലെസ് പേസ് മേക്കേഴ്സിൻ്റെയും പ്രൈസ് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വരാം.